രാത്രി. രണ്ടാം ഭാഗം നാളെ യോഹന്നാനെ നാട് കടത്തുന്നു. ഗ്രീസിലെ ഏതൻസ് പൂവാർ ഐലൻഡ് കിട്ടുന്നുള്ളു. 60 മൈൽ നീളത്തിൽ കിടക്കുന്ന ഒരു ഐലൻഡ് പത്മോസ്. 60 മൈൽ നീളത്തിൽ ഒഴുകുന്ന തേംസ് നദി 16 നീളം 10 കിലോമീറ്റർ വീതി. അവിടത്തേക്ക് ആ വയോധികനായ യോഹന്നാനെ നാട് കടത്തുന്നു. സ്വർഗം തുറക്കുന്നു. കണ്ട കാഴ്ച 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ചക്കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയും വലങ്കയും. യോഹന്നാൻ മുട്ടുമടക്കി ഒരു കരം അവനെ തൊട്ടു. ആദ്യൻ അന്ത്യൻ അൽഫാ ഒമേഗ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കുഞ്ഞെ, ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ് ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ മേലാൽ സംഭവിക്കാനുള്ളതൊരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറതിക്ക് പുറത്ത് വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. എപ്പോക്കാലിപ്സ് രംഗപടത്തിന് പിൻപുള്ള യുഗത്തിൻ്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. തുടക്കം വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. ഇതിൻ്റെ ബേസ് ചെയ്തായിരിക്കും ഈ പ്രഭാഷണങ്ങൾ. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രായേലിൽ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 ഒരുവൻ്റെ കയ്യിലേക്ക് ലോകഭരണം വരുന്നു. ശ്രദ്ധയോടെ ഇവിടെ ഇരിക്കണം. ഇനിയുള്ള കാര്യങ്ങൾ വിശുദ്ധ ബൈബിൾ നാളെ വ്യക്തമായി പറയും. 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസ്സാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം. ഇന്ന് നാം ആയിരിക്കുന്നത് കൃപായുഗം. നാളെ ഇതെല്ലാം വ്യക്തമായി പറയും. കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. കൃപായുഗം കഴിഞ്ഞാൽ 4 യുഗങ്ങളുണ്ട്. ഉപദ്രവമുണ്ട്, മഹോപദ്രവമുണ്ട്, 1000 ആണ്ട് വാഴ്ചയുണ്ട്, നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. 1 more time revise in this evening. 10 dispensations laminated our Bible മലയാളം. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസ്സാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം, 7 ഉപദ്രവം, 8 മഹോപദ്രവം, 9 1000 ആണ്ട് വാഴ്ച, 10 നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. ബൈബിൾ കൂടെ വെച്ചിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണങ്ങൾ. അവസാന പ്രഭാഷണമായിരിക്കും അവസാന ദിവസങ്ങളിൽ. 1 ഗിരിപ്രഭാഷണം, മത്തായി 7, 8. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി പോലും സത്യാന്വേഷണ പരീക്ഷകളിൽ ഇങ്ങനെ ഒരു വാക്ക് എഴുതി. കാഞ്ഞിരംകുളത്തുകാർക്ക് അറിയത്തില്ലെങ്കിലും വിഴിഞ്ഞം മുക്കോലക്കാർക്ക് ഉച്ചക്കടക്കാർക്ക് മടിയത്തില്ലെങ്കിലും നമ്മുടെ ബാപ്പുജി ഇങ്ങനെ എഴുതി: അഹിംസയുടെ വാദത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് ഇസങ്ങളും മതങ്ങളുമല്ല, യേശുദേവൻ്റെ മൊഴിമുത്തുകൾ കരമുയർത്തുന്നവർക്കായി. സത്യാന്വേഷണ പരീക്ഷകൾ മഹാത്മജി എഴുതി വെച്ചു. ഇതുമൂലമാ ഞാൻ അഹിംസയുടെ വാദം. അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം, ഒലിവുമല പ്രഭാഷണം, സെർമൺ ഓഫ് ദ മൗണ്ട്. അത് ആ ഒലിവുമല അവിടെ തൊട്ട് ആരംഭിക്കുന്ന 3ാമത്തെ ഒരു പ്രഭാഷണമുണ്ട്, മാളികമുറി പ്രഭാഷണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പഠിക്കുന്ന മക്കളുടെ നല്ല ചിന്തയ്ക്കായി ഈ വൈകിയവേളയിൽ കാന്തൻ്റെ 3 കാലിക പ്രസക്തിയുള്ള പ്രഭാഷണം. മലയാളം 1 ഗിരിപ്രഭാഷണം, 2 ഒലിവുമല പ്രഭാഷണം, 3ാമത്തെ പ്രഭാഷണം മാളികമുറി പ്രഭാഷണം. യേശു ദൈവാലയം വിട്ടുപോകുന്നു, മത്തായി 24 1, 2. അതായത് ഇസ്രായേലിൻ്റെ പരിസമാപ്തി. അവസാന രാത്രി ഇതായിരിക്കും നാം പ്രസംഗിക്കുന്ന ഇസ്രായേൽ ഗാസയുടെ അവസാനം. മത്തായി 24 1, 2. അവൻ ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ ആലയത്തിൻ്റെ പണി കാണിച്ചു. യേശുവേ, പണി കാണുന്നില്ല. യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. വീണ്ടും ഒലിവുമലയിൽ അവൻ തനിച്ചിരിക്കുന്നു. ബൈബിൾ കൂടെ തുറന്നു. മത്തായി 24 3, 4, 5. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം. അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു: ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. ആ ഭാഗമെല്ലാം നമ്മൾ മുൻപോട്ട് അടുത്ത ദിവസങ്ങൾ. കാന്തൻ്റെ വരവിൻ്റെ 6 ലക്ഷണങ്ങൾ ബൈബിൾ കയ്യിൽ തുറന്ന് തന്നെ. മത്തായി 24 32 33 34 35 വാക്യങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളുക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോവിൻ കാലത്ത് സംഭവിച്ചതുപോലെ കാന്തൻ്റെ വരവിൽ സംഭവിക്കും. ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ കാന്തൻ്റെ വരവിൽ. ഒരിക്കൽ കൂടെ കാന്തൻ്റെ വരവിൻ്റെ 6 ലക്ഷണങ്ങൾ. ഇതിനെ ബേസ് ചെയ്തായിരിക്കും 4 പ്രഭാഷണങ്ങൾ. 1 അത്തിയാകുന്ന ഇസ്രായേൽ, 2 അവൻ അടുക്ക വാതിൽക്കൽ ആൻറ്റി ക്രൈസ്റ്റ്, 3 പ്രപഞ്ചത്തിലെ മാറ്റമുണ്ടാകും, 4 ഏകലോക മതം, 5 നോഗയുടെ കാലത്ത് മഴ പോലെ ഇവിടെ മഴ പെയ്തിറങ്ങും, 6 ലോത്തിൻ്റെ കാലത്ത് തീ പോലെ തീ ഇറങ്ങും. 2 കാര്യങ്ങൾ മാത്രം ഇന്ന് രാത്രി. ബാക്കി പുറകെ. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ചേച്ചിമാർ, ചേട്ടന്മാർ, ഓൺലൈൻ 3 മരങ്ങളോട് ഇസ്രായേലിനെ ഉപമിച്ചു. 1 അത്തി. ബൈബിൾ കൂടെ പ്രവചനം ഹോശയ്യ 9:10. അത്യവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. ഇസ്രായേൽ അവൻ്റെ രാഷ്ട്രീയം. 2 മുന്തിരി. യോഹന്നാൻ 15:1, 2. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും
അവസാനം എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അവൻ വെട്ടിക്കളയുന്നു. അതാ മുന്തിരി അവൻ്റെ ആത്മീയ. 3 സൗന്ദര്യം. സംഗീതം വാസിക്കരുത്. 128 1 2 3 4. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. കുഞ്ഞേ, നീ ഭാഗ്യവാൻ. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്തും. നിന്റെ ഭാര്യ ഫലപ്രദമായി മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയുമായിരിക്കും. സിയോനിൽ നിന്ന് യഹോവ നിന്നെ കാക്കുമാറാകട്ടെ. മലയാളം. 3 മരങ്ങളോട് ഇസ്രായേൽ. 1 അതിരാഷ്ട്രീയ മുന്തിരി, അവൻ്റെ ആത്മീയ ഒലിവ് സൗന്ദര്യം. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ. 1948 മെയ് 14 ഇസ്രായേൽ സ്വതന്ത്രമായി. 22,750 കിലോമീറ്റർ ഇസ്രായേൽ. തൊട്ടടുത്ത് 6,780 കിലോമീറ്റർ കിടപ്പുണ്ട് പലസ്തീൻ. അതിൻ്റെ പ്രത്യേകത വെസ്റ്റ് ബാങ്ക്, അത് കഴിഞ്ഞ് റമല്ല, അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു പട്ടണമാണ് ഇന്നത്തെ യേശുക്രിസ്തു വളർന്ന നസറേത്ത്. ഇപ്പുറത്തൊരു സ്ഥലം കിടപ്പുണ്ട്. അതിൻ്റെ പ്രത്യേകത ഗാസ സ്ട്രിപ്പ്, മെഡിറ്ററേനിയൻ. 271 കിലോമീറ്റർ ഇന്നും ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. 60,000-ഓളം പേർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. എക്രോനും ലൂദും കാനിയൂനിസും റാഫയും. ഇതാ ഇസ്രായേലിൻ്റെ ചരിത്രം. അതിൻ്റെ ഒത്ത നടുക്കൊരു പട്ടണമുണ്ട് 673 കിഴക്കൻ ജെറുസലേം. അതായിരിക്കും ഒത്തുതീർപ്പ്. ഞായറാഴ്ച രാത്രി അതിലേക്ക്. 48 മെയ് 14 ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ഇസ്രായേൽ ഇന്ന് വരെ അനുഭവിക്കാത്തൊരു തീവ്രത. ആമോസ് 2:5 നടന്നു. ബൈബിൾ കോഡ്. ഞാൻ യെരൂശലേമിൻ്റെ അകത്തൊരു തീ അയക്കും. യഹൂദൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. പെനിയൽ കൺവെൻഷൻ 2-ാം ദിവസം അവിടെ നടക്കുമ്പോൾ 7 രാഷ്ട്രങ്ങളുമായിട്ട് ഇസ്രായേൽ യുദ്ധത്തിൽ. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 സിറിയ, 4 ലബനൻ, 5 യമൻ, 6 ഇറാൻ. ഇതെല്ലാം അത്തിവൃക്ഷം തളുത്തു കൊമ്പിളതായി. ഇതിൻ്റെ നടുവിൽ വരാൻ പോകുന്ന തേർഡ് വേൾഡ് വാർ. അതൊരു 6 ദിവസത്തെ പ്രഭാഷണം. അതുകൊണ്ട് അതിലോട്ട് കടക്കാതെ വെളിപ്പാടിലേക്ക്. ഇതിൻ്റെ പിൻപിൽ ഒരുവൻ അടുക്ക വാതിൽക്കൽ നിൽക്കുന്നു. ഒരുവൻ്റെ കയ്യിൽ ലോകഭരണം വരാറായി. ന്യൂ വേൾഡ് ഓർഡർ. ശ്രദ്ധയോടെ. ഒരുവൻ്റെ കയ്യിലേക്ക് ലോകഭരണം വരുമോ? ഇന്ന് രാത്രി വളരെ കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കാഞ്ഞിരംകുളത്ത് അനവധി സ്കൂളുകൾ, കത്തോലിക്ക സഭയുടെ നല്ല സ്കൂളുകൾ, CSIയുടെ സ്കൂൾ വേറെ, ഇതെല്ലാം ഉണ്ടായതുകൊണ്ട് 1-ാം ലോക മഹായുദ്ധം 1914 മുതൽ 19 വരെ 1-ാം ലോക മഹായുദ്ധം. അന്ന് എത്ര പേർ മരിച്ചു? ലക്ഷങ്ങൾ മരിച്ചു. അന്നൊരു സംഘടന വന്നു. ആ സംഘടനയുടെ പേര് ലീഗ് ഓഫ് നേഷൻസ്, അഥവാ സർവ്വരാഷ്ട്ര സംഘടന. PSC കൊച്ചി എന്ന കുഞ്ഞുങ്ങൾ. രണ്ടാമത്തേത് 1939 മുതൽ 45 വരെ ബൈബിളും ചരിത്രത്തിലേക്ക് 2-ാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. അതിൻ്റെ നടുവിൽ ഒരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. ആ യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രത്യേകത ഇന്നുമുണ്ട്. അന്തോണീസ് ഗുട്ടറാസ്. ഇനി അത് കഴിഞ്ഞാൽ 3-ാം ലോക മഹായുദ്ധം ഇസ്രായേലിൻ്റെ വിഷയത്തിൽ ഇവിടെ നടന്നാൽ ഒരുവൻ ഭരണത്തിലേക്ക് വരുന്നു. എടുക്കാം ബൈബിൾ. ഒരുവൻ്റെ കയ്യിലേക്ക് ഭരണം വരുമോ? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 1 and 2. എടുത്താട്ട് കുഞ്ഞുങ്ങളെ വചനം. വെളിപ്പാട് 13:1-2 വാക്യങ്ങൾ വായിക്കാം മക്കളെ. അപ്പോൾ 10 കൊമ്പും. അവിടെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എപ്പോൾ? ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ 10 കൊമ്പ്. ആരാ? ഇവിടെ സമാധാനത്തോടെ ഓൺലൈൻ പ്രസംഗങ്ങൾ പോകുന്നു. പല പ്രസംഗങ്ങളും ഈ ഓൺലൈനിൽ പോയത് കൊണ്ടും പറയുക. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഞാൻ പോയിട്ട് പിന്നെ തെളിവ് ചോദിക്കരുത്. 1991 കാലഘട്ടത്തോടു കൂടി സോവിയറ്റ് യൂണിയൻ അസ്തമിച്ചു. ചുവപ്പിൻ്റെ സാമ്രാജ്യം. അതിൻ്റെ പേര് മിഖായിൽ ഗർബച്ചോവ്. അത് കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നു. യൂറോപ്പ് 2001 വേൾഡിൽ രജിസ്റ്റർ ചെയ്യുന്നു. യൂറോ ആയിരിക്കുന്നു. 30 രാജ്യങ്ങൾ ഇന്ന് യൂറോപ്യൻ യൂണിയനകത്ത്. അതിൽ 12 രാജ്യങ്ങൾക്കായിരുന്നു വോട്ടവകാശം. ശ്രദ്ധയോടെ. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ദാണ്ടെ അതിന് ഒരെണ്ണം ബ്രിട്ടനിനകത്ത് ഇന്ന് മാറ്റി. ബ്രിട്ടൻ മാറിയത് കൊണ്ട് കാഞ്ഞിരംകുളത്തെ ബൽസമ്മാമ്മയോട് പാസ്റ്റർ വയ്ക്കും, മൂത്തവൻ എവിടെ? അപ്പം ലണ്ടനിൽ. മോൾ എവിടെ? മാൾട്ടാദ്വീപി. കൊച്ചുപോൻ എവിടെ? അയർലൻഡിൽ. സന്തോഷമില്ലല്ലോ. ഇപ്പോൾ ബൽസമ്മാമ്മയും വീട്ടിനകത്തൊരു വേലക്കാരിയുണ്ട്. വേലക്കാരിയുടെ കാര്യം ചാടിയാൽ അമ്മാമ്മയുടെ കാര്യം കട്ടപ്പോക. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പോയി. നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല. വീടും കാറും വല്ല രക്ഷയുടെ ടിക്കറ്റ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ഞാൻ ക്ലാസ് എടുക്കാം ഫിസിക്സിൻ്റെ നോട്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, രാവിലെ ലോക്കൽ ഫോണിലാണ് വിളിച്ചത്, പാസ്റ്ററിന് എന്നെ ഓർമ്മയുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ എവിടെയൊക്കെ പോകുന്നത്, എത്ര പേര് ഓർക്കാൻ? ഇപ്പം തന്നെ പെൻ ഡ്രൈവ് ഇച്ചിരി സ്ലോയാ, ക്ലിയർ ആവുന്നില്ല. സ്വോത്രം. അപ്പം അവൻ പറഞ്ഞ്, ഞാൻ മാൾട്ടാദ്വീപിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു, മോനെ നീ മാൾട്ടാദ്വീപി ആരാ നീ? അപ്പോൾ പറഞ്ഞു, ആറയൂർ CSIയിൽ പാസ്റ്റർ വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, 3 പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചതാണ്. ഞാൻ MCOM എല്ലാം കഴിഞ്ഞു. മാൾട്ടാദ്വീപ് ഇംഗ്ലീഷുകാരൻ്റെ ഒരു കമ്പനി ഞാൻ ജോലി ചെയ്യാമെന്ന്. എൻ്റെ അച്ചായ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളിനി മാൾട്ടയിലും കാണുമ്പോൾ കാര്യമില്ല, എവിടെ കുഴഞ്ഞു പോയിടുമെന്ന് നോക്കിയാൽ മതി. മനസ്സിലാകുന്നവർക്കായി. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ക്യാമറയുള്ള ഫോൺ തരാം, മാൾട്ടാദ്വീപൊക്കെ ഒന്ന് കാണിച്ചാട്ട്. അവനും പറഞ്ഞു വളരെ സന്തോഷം. അവന് ലൈവ് മാൾട്ടയിലെ കടലെ മറിയുന്നതെല്ലാം കാണിച്ച്. ഞാൻ ചോദിച്ചു, ഇനി അങ്ങോട്ട് പോയാൽ വല്ല സ്ഥലം ഉണ്ടോയെന്ന്. ആ പാസ്റ്റർ, ഇനി കടല ആ സ്ഥലം തീർന്നെന്ന്. മനസ്സിലാകുന്നവർക്കായി. അപ്പം ഞാൻ ചോദിച്ചു, മലയാളി തട്ടുകട തുടങ്ങിയെന്ന്, ചായക്കടയും തുടങ്ങിയെന്ന്. മനസ്സിലാകുന്നവർക്കായി. മാൾട്ടായി. ആറയൂർ CSIയിലുള്ള പയ്യൻ മാൾട്ടാദ്വീപിൽ. എന്തായാലും
ഞാൻ അവനോട് പറഞ്ഞ് നീ CSIയിലാണെങ്കിലും എൻ്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ, ശമ്പളം എങ്ങനെ, അത് ഡോളറിലാന്ന്. ഞാൻ പറയും തലേ കൈവച്ച ഓർമ്മയുണ്ടല്ലോ, സന്തോഷം. എന്നെ മറക്കല്ലേ, പാസ്റ്ററെ കിട്ടിയ 100 8,000 രൂപയായി മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. മാൾട്ടാദ്വീപിൽ പോയിരിക്കുന്ന മലയാളി മനസ്സിലാകുന്നവർക്കായി എല്ലാവരും ഓരോ സ്ഥലത്ത്. അങ്ങനെയെങ്കിൽ 12-ൽ 1 പോയി, അതിൻ്റെ പേരാ ബ്രിട്ടൻ. ഇനി 11 ഒന്നുകൂടെ പോയാൽ ഒരു അന്തിമ യുദ്ധം, ഏകലോക ഭരണം. വായിക്കാം അടുത്തത്. 7 തലയും 7 ഭൂഖണ്ഡങ്ങൾ: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അതിനോടനുബന്ധിച്ച് രണ്ടാമത്തെ ദ്വയാർത്ഥം വത്തിക്കാൻ്റെ ഇവിടെ ഇരിക്കുന്നു, ഇറ്റലിയിലെ ടൈബർ നദീതീരം. അതിൻ്റെ നടുവിൽ 7 മലകളുണ്ട്. ഇത് രണ്ടും 7-നെയാണ് കൊടുത്തിരിക്കുന്നത്: ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവൻറ്റേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. ഇവരാണ് ഇത് സപ്പോർട്ട് കൊടുക്കുന്നത്. രാജമുടി. വായിക്കാം അടുത്തത്. കൊമ്പുകളിൽ മുൻവായിച്ചാട്ടെ. കൊമ്പുകളിൽ 10 രാജമുടിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയ്ക്കല്ല, ശിവൻകുട്ടി ചേട്ടനുണ്ട്, വാസവൻ ചേട്ടനുണ്ട്, വീണ ജോർജുണ്ട്, ബാലഗോപാലുണ്ട്. അതുപോലെ 10 രാജ്യങ്ങൾ യൂറോപ്പിനോട് ചേർന്ന് വരും. അവസാന കാര്യങ്ങൾ അടുത്ത് വായിക്കാം. തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം. എതിർ ക്രിസ്തു, തുമ്പുകെട്ടയിടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം. അതാ യേശു പറഞ്ഞ അവനടുക്ക് വാതിൽക്ക്. എവിടുന്ന് കയറുന്നു? വായിക്കാം. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ജനത്തിന്റെ ഇടയിൽ നിന്നൊരു ഭരണാധികാരി എഴുന്നേറ്റ് വരും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സാദൃശ്യവും. തകർന്നു പോയ ഗ്രീസിലെ ഒറ്റക്കൊമ്പന പുള്ളിപ്പുലി, ഗ്രീസ് സാമ്രാജ്യം. അടുത്തത്. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. മേദ്യ പാർശ്യ, ദാര്യാവേശും കോരശും. വായിൽ 3 പല്ലുണ്ട്. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. അടുത്തത്. വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. ഇറാഖിലെ നായാട്ടുവീരൻ നിമ്രോദിന്റെ തലമുറ, തലയിറക്കുന്ന IS, അതാ ഇറാഖ് ഇതിന് പിന്തുണ കൊടുത്തു. അതിന് മഹാസർപ്പം. വായിക്കാം. മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. അതെല്ലാം നിങ്ങൾ അടുത്ത വർഷങ്ങളിൽ കാണാൻ പോകുന്നു. ന്യൂ വേൾഡ് ഓർഡർ, ഏകലോക ഭരണം ഒരുവന്റെ കയ്യിൽ മൈക്രോ ചിപ്പുമായി. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തെ ആര് കാണും? അതുകൊണ്ടായി സുവിശേഷ പ്രസംഗം വായിക്കുന്നു. വെളിപ്പാട് 17:8-9. നേരെ നമ്മൾ വചനത്തിലേക്ക് വായിക്കാം മോനെ. വെളിപ്പാട് 17:8-9. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും റോമാ സാമ്രാജ്യം 1947 ഓഗസ്റ്റ് 15 വരെ 200 കൊല്ലം ഇന്ത്യ കൈയടക്കി വെച്ചിരിക്കുന്ന റോമാ സാമ്രാജ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മനസ്സിലാകുന്നവർക്കായി മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും, ഇപ്പോൾ നമ്മുടെ ജനാധിപത്യ ഭരണം. അടുത്തത്. ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകും. അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുന്നു. അടുത്ത വാക്യം വെരി ക്ലിയർ കട്ടായിട്ട് അടുത്ത വാക്യം വായിച്ചിട്ട് മോനെ. ഇരിക്കുന്നതുമാകുന്നു ഉണ്ടായിരുന്നു ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത. ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും മോനെ. ബാക്കി മാറി നമ്മുടെ പ്രസംഗം മാറിപ്പോ. വായിച്ചാട്ടെ. എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ടതിശയിക്കും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരെവിടെ പോകും? കരമുയർത്തുന്നവർക്കായി കാന്തന്റെ വരവിലെടുക്കപ്പെടും. അതിനായി കൺവെൻഷൻ വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് രക്ഷയുടെ ടിക്കറ്റ്. അതുകൊണ്ട് ജീവപുസ്തകത്തിൽ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് വിസ്മയിക്കും. ഇവിടെ ജ്ഞാനം കൊണ്ട് ആരും അടുത്ത വാക്കൂടെ. തല 7 സ്ത്രീ ഇരിക്കുന്ന. വായിച്ചിട്ട് മോനെ. ജ്ഞാനം കൊണ്ട് ആവശ്യം. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകും. 7 മലയാ ഞാൻ പറഞ്ഞത്. ഇറ്റലിയിലെ ടൈബർ, ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവൻറ്റേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. ഇന്നത്തെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. അദ്ദേഹം ഒന്നും അല്ല ആന്റി ക്രൈസ്റ്റ്. അവസാനം രാത്രി വരുമ്പോൾ പറയും ഇതൊന്നും അല്ല, വഴിയൊരുക്കുന്നു. അങ്ങനെ എങ്കിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ബൈബിളിനകത്ത് 2 മേജർ പ്രവചനങ്ങളുണ്ട്. ഒന്ന് വെളിപ്പാട് പുസ്തകം, പുതിയ നിയമത്തിലെ 27 പത്മോസിൽ യോഹന്നാൻ. അതിനോടനുബന്ധിച്ച് വേറൊരു പ്രവചനമുണ്ട്. പഴയ നിയമ ദാനിയേൽ. അതാ പഴയ നിയമത്തിലെ 27. ബാബേലിന്റെ പ്രവാസത്തിനകത്ത് കിടന്ന ദാനിയേലിനോട് സ്വർഗം പറഞ്ഞു 70 ആഴ്ചവട്ടം ഇസ്രായേലിന്റെ മടങ്ങി വരവും കാന്തന്റെ വരവ്, വരാനിരിക്കുന്ന ന്യായവിധികളെ പറ്റി ഒരിക്കൽ കൂടി ദാനിയേലിനോട് ദൈവം പറഞ്ഞു. വായിച്ചു തുടങ്ങുന്നു ബൈബിൾ. ഇനി നമ്മൾ പ്രസംഗത്തിലേക്ക് അങ്ങ് പോകും. ദാനിയേൽ 8, 23, 24, 25. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്. ഇന്ന് കേൾക്കണമേ, ദാനിയേൽ കണ്ട ദർശനം. മോൻ അവിടെ നിൽക്കട്ടെ. ദാനിയേൽ 7 പുറകെ വായിക്കും. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ, ഭരണാധികാരികൾ. തല തങ്കം നെബൂഖദ്നേസർ, നെഞ്ചിക്കയും ദാര്യാവേശും കോരശും. അരഭാഗം ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. അത് കഴിഞ്ഞ് റോമാ സാമ്രാജ്യം. ഇപ്പൊ ഇരുമ്പും കളിമണ്ണുമുള്ള ഒരു ഭരണമാ ഇപ്പൊ നടക്കുന്ന ജനാധിപത്യ ഭരണം. ഇത് കഴിഞ്ഞാൽ ഒരുവൻ ഭരണത്തിൽ വരും. ന്യൂ വേൾഡ് ഓർഡർ, അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്. വായിച്ചോട്ടെ മക്കളെ. അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരാൻ പോകുന്നു. അടുത്തത്.
അവന്റെ അധികാരം അവന്റെ അധികാരം വലുതായിരിക്കും. അതാ ഇന്നത്തെ ഇന്റർനെറ്റ് നെറ്റ്വർക്കുകൾ രണ്ടവൻ കൊണ്ടുപോയി. റിലയൻസ് ജിയോയും കൊണ്ടുപോയി, അത് കഴിഞ്ഞ് എയർടെല്ലും കൊണ്ടുപോയി. ബൈ ഇന്റർനെറ്റ് അവൻ ലോകം മുഴുവൻ ഭരിക്കും. അടുത്ത ദിവസങ്ങൾ നമ്മൾ അത് പ്രസംഗിക്കും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. സ്വന്തം ശക്തിയാൽ അല്ലതാനും അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അതനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും വിശുദ്ധ ജനത്തെ നശിപ്പിക്കുന്ന ഒരു ഭരണാധികാരി. അത്ത് തളർത്തു കൊമ്പളതായി വേനലെടുത്തു വഴി ഒരുങ്ങുന്നു. പ്രഭാഷണം ഇവിടെ മുതൽ ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ വേഗത്തിൽ 2023 ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ G20 ഉച്ചകൂടി നടക്കുന്നു. അവിടെ വെച്ച് പറഞ്ഞു, ഡൽഹിയിൽ ലോകം ഒരുവൻ്റെ കൊടുത്താൽ നല്ലത് ഒരു മെഡിസിൻ, ഒരു മരുന്ന്, ഒരു ബാങ്ക്. സന്തോഷം. അവർ വഴി തുറക്കുന്നു. G20 ഉച്ചകൂടി നിർമ്മലാ സീതാരാമൻ. 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അബുദാബിയിൽ പോയി ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്ത് 7000 കോടി. ചാനലുകാർ അവിടെ വന്ന് മോഡി സാറിനോട് ചോദിച്ചു, ഇന്ത്യയുടെ കാര്യമല്ല, ഇതറാക്കിയ കച്ചാ ബാത്ത് ബതാന चाहिए, मोदी जी ने क्या कहा, भाइयों बहनों ये सुनना चाहिए, अपना दुनिया शांति समाधान बरकत मिलने के लिए एक आदमी कुर्सी में बैठेगा तो अच्छा है. ഒരുവന്റെ കയ്യിൽ ഭരണം കൊടുത്താൽ നല്ലത് മോഡി സാർ. ബാക്കി 2024 ശ്രദ്ധയോടെ ഇരിക്കണം. കഴിഞ്ഞ ഡിസംബറിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നു. 7 രാഷ്ട്രങ്ങൾ, അതിനകത്ത് ഇന്ത്യയുമുണ്ട്. നടന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? റഷ്യയിൽ വെച്ച്. 3 ചേട്ടന്മാർ ഒരുമിച്ചു. മാഗോഗ്, 1 ചൈന, 2 വടക്കൻ കൊറിയ, 3 റഷ്യ. അവർ കരമുയർത്തിയിട്ട് പറഞ്ഞു, എണ്ണവില ഡോളറിലാക്കണം, ലോകം ഒരുവന്റെ കയ്യിൽ കൊടുക്കണം. അന്ന് തൊട്ടാ ഈ ട്രംപും ഇന്ത്യക്കാരുമായിട്ട് ട്രംപിന്റെ വിഷയം. അതിൻ്റെ ഇടയ്ക്ക് മോഡി സാറിന്റെ കൈ ഒന്ന് ഉയർന്നത് കണ്ടു. അതുകൊണ്ട് ആ ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് മോഡി സാറിനെ വിളിക്കാതെ പിന്നെ നമ്മുടെ ജയശങ്കർ അണ്ണൻ അവിടെ ചെന്നു പരിപ്പോടെയും ചായയൊക്കെ കൊടുത്തു. 1 മാസം പിന്നിട്ടപ്പോൾ അയ്യാ ഞാനും മന്ത്രിക്കത്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൈ ഉയർത്തിയ ഇതുപോലുള്ള കുഴപ്പങ്ങളുണ്ടാകും. മനസ്സിലാകുന്നവർക്കായി ഇവർ 3 പേരും ആ കൈ ഉയർത്തിയ. റഷ്യയുടെ പ്രസിഡന്റ് ആരാണ്? വ്ളാഡിമിർ പുടിൻ. ചൈനയുടെ ഷീ ജിൻപിങ്. കൊറിയയുടെ കിങ് ജോങ്. അതിൻ്റെ നടുവിൽ ഇന്ത്യയും പറഞ്ഞു എണ്ണവില ഡോളർ. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കാൻ ഇന്ത്യ വിലക്ക് കൊടുക്കുന്നു. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി. അത് കഴിഞ്ഞു. 2025 മലയാള മനോരമ ഒരു വാർത്ത. സ്വിറ്റ്സർലൻഡിൽ UN കോൺഫറൻസ് നടക്കുന്നു. ബാക്കി നിങ്ങൾ കേട്ടോണോ? UN കോൺഫറൻസ് നടക്കുമ്പോൾ അവർ പറഞ്ഞു, ഒരു ഗവൺമെന്റ്, ഒരു രാജ്യം, ഒരു പാസ്പോർട്ട്, ലോകം അവൻ ഒരുവൻ്റെ കൊടുക്കുക. അന്ന് മനോരമയിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു, അതിരുകളില്ലാത്ത ലോകം. അത് കേട്ടിട്ട് ഗൾഫിൽ പോയ ചെറുപ്പക്കാർ ഇവിടെ കാണും. പണ്ട് സൗദിയിൽ പോകാൻ ഒരു വിസ, ദുബായിൽ പോകാൻ ഒരു വിസ, മസ്കറ്റിൽ പോകാൻ ഒരു വിസ. മാറുന്നു. 6 ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ, ഒറ്റ വിസയിൽ പോകാൻ ലോകം ഒരുവന്റെ കയ്യിലേക്ക്. കർത്താവിൻ്റെ വരവെടുത്തു പോയി. അങ്ങനെ ഒരുവൻ ഭരണത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? അവൻ നിയമത്തെ കരങ്ങളിലെടുക്കും. ഹി വിൽ ടേക്ക് ഇൻ ദ ലാൻഡ് ഓർഡർ. ഇവിടെ വചനം ശ്രദ്ധയോടെ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ കാലത്തിൻ്റെ വിനിയോഗത്ത് മാറ്റപ്പെട്ടു. ശ്രീ പിണറായി വിജയൻ സാർ വന്നു. DGPയെ മാറ്റി, പോലീസിൻ്റെ ഉദ്യോഗസ്ഥരെ മാറ്റി, സർക്കാരിൻ്റെ പ്ലീഡർമാരെ മാറ്റി. അവർ ഭരണാധികാരികൾക്ക് അവർക്കൊത്തവണ്ണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗിൻ്റെ ഇരുന്ന് മോഡി സാർ അധികാരമേറ്റു. കരസേന, വ്യോമസേന, നാവികസേന എല്ലാവരുടെയും അധികാരം പുള്ളിയുടെ കയ്യിലേക്ക് ഗവർണർമാരെ മാറ്റിയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ അവൻ ആദ്യം നിയമത്തെ കയ്യിലെടുക്കുക. എവിടെ നിയമം? ബൈബിൾ ആരംഭിക്കുന്നു. 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി. ആദിയിൽ ദൈവം ആകാശം ഭൂമി പാടും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇംഗ്ലീഷ് യൂണിവേഴ്സ്, ഗ്രീക്ക് മൂലഭാഷ കാസ്മോസ്. ദൈവത്താൽ 1-ാമത്തെ പ്രപഞ്ചം. 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ചിന്ത ഇവിടെ ആരംഭിക്കണം. എവിടെ മനുഷ്യനെ സൃഷ്ടിക്കുന്നു? കുരങ്ങല്ല, ചിമ്പാൻസിയല്ല. 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് വടക്കേറ്റത്ത് ഇറാഖിൻ്റെ അക്കരെ ഒരു മണ്ണുണ്ട്, എത്യോപ്യ. അവിടെ 6 ഘടകം ദൈവം എടുത്തുന്നു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. 7-ാമത്തെ ഘടകം മണ്ണിൽ നിന്നല്ല മനുഷ്യനെ മെനഞ്ഞ്. നിലത്തപ്പൊടിയിൽ നിന്ന്. ബൈബിൾ മണ്ണിന് 100 മൂലകമുണ്ട്. അതിനകത്ത് കട്ടിയുള്ള 97 മൂലകം, 97 എലമെൻറ്റ്സ്. അതാ പെറോക്സോൺ, പെരുങ്കടവിള, ആലത്തൂർ, പടപ്പിത്തോട്ടം, പാലിയോട്. നല്ല കോറിയുണ്ട് അവിടെ. മുക്കുന്നിമല ഇവിടെ തൊട്ടടുത്ത് തന്നെ, അപ്പുറത്ത് ബാലരാമപുരത്തിനോട് ചേർന്ന്. അവിടെ എല്ലാം ഞാൻ പ്രസംഗിച്ച നല്ല കോറിയുണ്ട്. പാറ കൊണ്ട്, കട്ടിയുള്ള മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. മണ്ണ് ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇത് കിട്ടും. അതിൻ്റെ പേരാ പൊടി. പാറ പൊടിഞ്ഞാൽ പാറപ്പൊടി കിട്ടുന്നത് പോലെ മണ്ണ് പൊടിഞ്ഞാൽ പൊടി കിട്ടും. ആ പൊടിയാ ഏറ്റവും നിർണായകമായി മനുഷ്യനുണ്ടാക്കിയത്. റെഫറൻസ് ഞാൻ പോയാലും ജസ്റ്റിൻ പാസ്റ്റർ പിടിക്കരുത്, അധ്യക്ഷനെ പിടിക്കരുത്. ബൈബിൾ എവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു? കൂടെ വെക്കാം. ഉൽപ്പത്തി 2:17 നിലത്തപ്പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ദാനിയേൽ 12 കാലാന്തരത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കേണ്ടതിന് നീ എഴുന്നേറ്റ് വരിക. ദാനിയേൽ നിലത്തപ്പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേൽക്കും. അടുത്തത് സംഗീതം വാസിക്കരുത് 90. അഗരോൻ മരണപാത്തരുത്. തമ്പി മോശ സംഗീതത്തെ കുറിക്കത്. എതുക്കതാ അനാദിയായ ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ. മർത്യനെ മണ്ണിലേക്കല്ല പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം.
അതിൻ്റെ താഴെ ഒരു വാക്യമുണ്ട്, ഒറ്റ ഉപദേശിച്ചാരും വായിക്കത്തില്ല. വായിച്ചവർക്കായി നന്ദി. ഞങ്ങളുടെ ആയുഷ്കാലം 70 അല്ലെങ്കിൽ 80. സന്തോഷമില്ലല്ലോ. അപ്പം ഞങ്ങൾ ഭാര്യമാരെ കൊടുക്കും, പോന്നെ അവൾ പോകട്ടെ, ഞങ്ങൾ വേറെ കല്യാണം കഴിക്കാം. മനസ്സിലാകുന്നവർക്കായി ഒറ്റ അച്ഛന്മാരും ഭാഷന്മാരും വായിക്കാത്ത സങ്കീർത്തനം. ഞങ്ങളുടെ ആയുഷ്കാലം 70 80. ഇവിടം തൊട്ട് കഥ ആരംഭിക്കാം. ശിഷ്ടാവായ ദൈവം താഴേക്ക് ഇറങ്ങി വരുന്നു. ആദമിൻ്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതി ആദം ജീവനുള്ള ദേഹിയായി. ഇന്ന് രാത്രി PRS അല്ല വെന്റിലേറ്റർ ഉണ്ടാക്കിയത്, നിംസ് അല്ല കിംസ് അല്ല, മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ ആദമിൻ്റെ കാല് ചലിക്കാൻ തുടങ്ങി, കണ്ണ് ചലിക്കാൻ തുടങ്ങി, മുടി അനങ്ങാൻ തുടങ്ങി, ഹൃദയത്തിൻ്റെ ആർട്ടിക്കിളും വെൻട്രിക്കിളും ഓടാൻ തുടങ്ങി, പമ്പ് ക്ലിയറായി, ശ്വാസകോശങ്ങൾ തുറന്നെങ്കിൽ ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി നീ സാധാ ദൈവത്തെ ആരാധിക്കുന്നവനല്ല. ഇന്ന് രാത്രി നിന്റെ ദൈവം ആര് കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ആദമിന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്കണം, ആദമിന്റെ ശരീരം ചലിച്ചെങ്കിൽ, രക്തം ചലിച്ചെങ്കിൽ, കിഡ്നിയുടെ അളവുകൾ നോർമലായെങ്കിൽ, ഹാർട്ടിന്റെ പമ്പുകൾ വർക്ക് ചെയ്തെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ. ഈ വചനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ബ്ലഡിന്റെ കൗണ്ടുകളെ മാറ്റുക, എൻ്റെ കിഡ്നിയുടെ ക്രിയാറ്റിനെ മാറ്റുക, എൻ്റെ ക്യാൻസറിന്റെ സെല്ലിന് ഒരു റേഡിയേഷൻ കൂടാതെ തകർക്കുവാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കാര്യം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയാ. ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ പറയണം, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല, ആ ഘട്ടം ഇനി വരികയില്ല. Something is happened in this moment, the precious moment. അങ്ങനെ ആദം ജീവനുള്ള ദേഹിയായി. അപ്പം മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്മല്ല, ഒരു തക്ക തുണை വേണം. ആദമിന് ഗാഠനിദ്ര. ആ ഗാഠനിദ്രയുടെ ഒന്നാമത്തേതായിരുന്നു ക്ലോറോഫോമിൻ്റെ മൂത്ത ചേട്ടന അവറാച്ചൻ അനസ്തേഷ്യ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. PSC പരീക്ഷ എഴുതുന്ന കേട്ടിട്ട് ടീറ്റിട്ടൊക്കെ എഴുതുന്ന പിള്ളേരെല്ലാം എഴുതിക്കോ നീറ്റ് പരീക്ഷ. അനസ്തേഷ്യ കണ്ടുപിടിച്ചത് ആര്? ചായ എനിക്ക് മേടിച്ചു തരണം, ഡോക്ടർ ജെയിംസ് സിംസൺ. പല പേരുണ്ടെങ്കിലും അനസ്തേഷ്യ പൂർണ്ണമായി കണ്ടുപിടിച്ചത് ഡോക്ടർ ജെയിംസ് സിംസൺ. അദ്ദേഹം എവിടുന്നാണ് കണ്ടുപിടിച്ചത്? ബൈബിൾ. ആദമിന് ഗാഠനിദ്ര വരുത്തിയ ഒരു വാരിയല്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളം കത്തി മനുഷ്യൻ്റെ അകത്ത് മരുന്ന് പമ്പ് ചെയ്താൽ അവനെ അബോധാവസ്ഥയിൽ കിടത്താം. അതിൻ്റെ ഒന്നാമത്തെ കണ്ടുപിടുത്തായിരുന്നു ക്ലോറോഫോം. അവൻ്റെ മൂത്ത ചേട്ട അനസ്തേഷ്യ. മനസ്സിലാകുന്നവർക്കായി അത് പറഞ്ഞിട്ട് സന്തോഷമില്ലല്ലോ. സ്വോത്രം. പണ്ട് ബാലരാമപുരത്ത് പല്ലെടുക്കാൻ പോകുമ്പോൾ ആരുണ്ട്? നല്ല ഡോക്ടറുണ്ട്, ഒരു കമ്പൗണ്ടറുണ്ട്, ഒരു സിസ്റ്ററുണ്ട്. മോൻ്റെ പേരെന്താ? കുഞ്ഞുമോൻ. അവിടെ ഇരുത്തും. സിസ്റ്റർ നല്ല കഥയൊക്കെ പറയും. ഡോക്ടറും കൊണ്ടുവരും. അവന് നല്ല ബ്ലഡ് പവറാണ്, മയക്കിൻ്റെ ഗുളിയാണ് കുടിക്കുന്നത്. അവൻ മയങ്ങത്തില്ല. എന്തായാലും ഡോക്ടർ പറയും സമയം പോകുന്നു, വാ ഒന്ന് പൊക്കാൻ പറയും. അവൻ്റെ കുടിൽ പിടിച്ച് കമ്പൗണ്ടർ ഡോക്ടർ സിസ്റ്ററൂടെ പല്ല് താഴെ കിടക്കുന്നു. സ്വോത്രം. പ്ലേറ്റിനകത്ത് ചെറിയ രക്തവും വരും. അന്താ കാലം മുടിഞ്ചാച്ച്. ഇന്ന് ബാലരാമപുരം ഡെൻ്റൽ ക്ലിനിക്ക് ചെല്ലുമ്പോൾ സിസ്റ്റർ ചെവിയിൽ ഇയർഫോൺ തരും. മേഘം പൂത്ത് തുടങ്ങി, മോകം പെയ്ത് തുടങ്ങി. മനസ്സിലാക്കുന്നവർക്കായി ഇവിടെ മോണയിലൊരു അനസ്തേഷ്യയുടെ ചെറിയ ഇത് വെക്കും. നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കും, പല്ല് ഇവിടെ ട്രൈ കിടക്കുക. സിസ്റ്റർ പറയും എല്ലാം ശരിയായി എഴുന്നേക്കാം, എന്നിട്ട് ഇവിടെ മേഘം പൂത്തുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി ഇത് കണ്ടുപിടിച്ചത് ഡോക്ടർ ജെയിംസ് സിംസൺ. അദ്ദേഹം അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. പെന്തിക്കോസുകാർ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാലുകൾ തളർന്നു. അന്ന് TV ചാനലുകളല്ല. അദ്ദേഹത്തിന് അടുത്ത് വന്ന് ചോദിച്ചു, സാറേ നോബൽ സമ്മാനം കിട്ടി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നോബൽ സമ്മാനം കിട്ടിയതിലല്ല ഞാൻ സന്തോഷിക്കുന്നത്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചതിൽ സന്തോഷിക്കുന്നു. ഇനിയുള്ള കാര്യം, ആദം ഹവ്വ ദമ്പതികളെ എവിടെ കൊണ്ടുവന്ന്? ഏദനിൽ കൊണ്ടുവന്ന്. ചിലർ പറയുന്നത് ഏദനിലെന്നല്ല, ഏദനിൽ അവരെ കൊണ്ടുവന്നതാ. ഏദനിൽ കൊണ്ടുവന്നു ആദ്യത്തെ കല്യാണം. അതുകൊണ്ടല്ലയോ സ്തോത്രം, ആദ്യത്തെ കല്യാണം നടത്തി സ്വർഗത്തിലെ ദൈവം. ഞങ്ങളുടെ പാടുന്ന മോനും അജിത്തും ഇവിടെ ഉണ്ട്. ഇവരെ കത്തോലിക്ക സഭകളിലോ എവിടെയെങ്കിലും കൺവെൻഷൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ 2 കുഞ്ഞുങ്ങൾ അവിടെ വന്നേക്ക്. പള്ളിയിൽ അച്ഛൻ പറയും ആൾത്താരുടെ മുമ്പോട്ട് വരാൻ. ഇവരിങ്ങനെ പാട്ട് പാടുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു പാട്ട് പാടും. ഏതൻ വാനിൽ നിന്നൊരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി മണവാളന് നൽകി. മണവാട്ടിക്കും കൊടുത്തു. സ്വർഗത്തിലെ ദൈവത്താൽ ഒരു മകുടം ഇറങ്ങി വന്ന് മണവാളനും മണവാട്ടിക്കും കൊടുത്തു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. ഉടനെ കൊയറിലെ മോൻ പാടും, ഏതൻ തോട്ടം നട്ടോനെ നീയാ ഞങ്ങളുടെ മണവാളൻ. നമ്മളെവിടെ കേൾക്കാനാ? സെൽഫി അടിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി സ്വർഗത്തിലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കല്യാണമാണ്. അത് കഴിഞ്ഞ് പെന്തക്കോസിൻ്റെ കല്യാണം എത്ര പേര് കണ്ടിട്ടുണ്ട്? പാറശാല ഷീലാ കല്യാണ മണ്ഡപം എടുക്കാം. മനസ്സിലാകുന്നവർക്കായി പെങ്കൊച്ചും ചെറുക്കനും താഴെ നിൽക്കുമ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് ആ പെന്തിക്കോസുകാർ കേൾക്കണ്ടേ. ഇത്രാം തീയതി ഇത്ര സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം ഞങ്ങൾ നിശ്ചയിച്ചു. കൃപയാൽ ഇന്ന് വിശുദ്ധ വിവാഹം നടത്തുന്നു. അങ്ങനെയെങ്കിൽ നിശ്ചയിച്ച പെങ്കൊച്ചിനും ചെറുക്കനും മാത്രമേ ഓഡിറ്റോറിയത്തിലെ കസേരയ്ക്കകത്ത് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിലൊരു കാര്യം പറയാം, ജീവപുസ്തകത്തിൽ പേരെഴുതിയെങ്കിൽ മാത്രമേ നിനക്ക് അക്കരെ നാട്ടി കുഞ്ഞാടുമായി നിശ്ചയം ചെയ്യുന്നവർക്ക് മാത്രമേ കാന്തൻ്റെ വേളിയിൽ പങ്കെടുക്കാൻ കഴിയത്തുള്ളൂ. സ്വോത്രം.
ചെറുപ്പക്കാരന് പെങ്കൊച്ചു ഇവിടെ വന്ന് പാസ്റ്റർ ഉടനെ കൈവച്ച് കല്യാണം നടത്തുമോ? പെണ്ണിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ദൈവദാസൻ, പയ്യൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ദൈവദാസൻ. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല പ്രശ്നങ്ങൾ. ചെറുക്കനെ പെങ്കൊച്ചിനെ വിളിക്കാം, അടുത്ത് നിർത്തിയിട്ട് വയ്ക്കും, മോനെ നിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സ്ത്രീയെ ഭാര്യയായിട്ട്, ഉത്തമ ഭാര്യയായിട്ട് സ്വീകരിച്ച് കട്ടൻ കാപ്പിയും വെള്ളമൊക്കെ കൊടുത്ത് വലിയ കുഴപ്പമില്ലാതെ ദൈവവചന പ്രകാരം ജീവിക്കാൻ നീ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, ഹല്ലേലൂയ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പെങ്കൊച്ചിനോട് പറയും, നിൻ്റെ സമീപത്തേക്ക് നീ പുരുഷനെ ഭർത്താവായി സ്വീകരിച്ച് സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും അബ്രഹാമിന് സാറേ, ഇസഹാക്കിന് റബേക്കയെ, യാക്കോബിന് റാഹേലിനും കൊടുത്ത് അക്കില്ലാസിന് പ്രിസ്കില്ലയോട് ചേർത്ത് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരത്താൽ ഞങ്ങൾക്ക് വേദനയൊന്നും വരാതെ മക്കളെ നീ അവനെ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറാണോ? സന്തോഷമില്ലല്ലോ മനസ്സിലാക്കുന്നവർക്കായി. അവളിവിടെ പറഞ്ഞതിന് ശേഷം പിന്നെയും പറയത്തില്ല, രണ്ട് കരം ചേർത്ത് വെക്കും. 6000 കൊല്ലങ്ങൾക്കും വേദൻ്റെ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദം ദമ്പതി ഹവ്വ ദമ്പതികളുടെ കരസംയോജനം നടത്തി ഉഭയസമ്മതം നടത്തിയ കർത്താവിൻ്റെ കരത്താൽ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം ഞങ്ങൾ ആശീർവദിക്കുന്നു. അപ്പം മോൻ അവിടെ നിന്ന് പാടും, ഇന്നീ മംഗല്യ ശോഭിപ്പാൻ കരുണ ചെയ്ത കർത്താവേ. സന്തോഷമില്ലല്ലോ? ഉടനെ പറയും, ഒരു പുതിയ കുടുംബം. നമ്മൾ ശീല കല്യാണ മണ്ഡപത്തിൽ ചിക്കൻ കാല് നോക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എത്ര ക്ലിയറായി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് വിവാഹമുണ്ടോ? മനസ്സിലാക്കുക. അമേരിക്ക വരെ പോയിട്ട് വരണം. എന്താ ഇന്ന് വിവാഹമില്ല? എല്ലാവരും കേട്ടുകൊണ്ടിരിക്കണം. അന്ത്യകാലം കർത്താവ് വരാറായി. വിവാഹമോ? ഞങ്ങളില്ല അമേരിക്കക്കാർ. അമേരിക്കയിലെ 51 സ്റ്റേറ്റ് ഇന്ന് വിവാഹമില്ല. ഇഷ്ടമുള്ളവൻ ഇഷ്ടമുള്ളവനോട് ചേരാം. അന്ത്യകാലമായി ദൈവം വെച്ച നിയമത്തെ മാറ്റിക്കളഞ്ഞു. ഒരുവൻ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. ദാ കിടക്കുന്നു. മലയാളി പെൺകുട്ടികൾ ഒന്നിച്ച് താമസിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി കേട്ടോണോ എല്ലാവരും? മലയാളി പെൺകുട്ടികൾ ദാണ്ട് നമ്മുടെ ബി ഡി സതീശൻ്റെ നാട്ടുകാർ വടക്കമ്പറ ഊരുകാർ 2 പെണ്ണുങ്ങളിൽ ബാംഗ്ലൂരിൽ താമസിക്കുന്നു. ഇവിടുത്തെ കോടതി വിധി കൊടുത്തില്ല. മലയാളം നാട്ടുകാർ കേട്ടാലും പറയാൻ ബുദ്ധിമുട്ട്. കുഞ്ഞമ്മ ചിന്നമ്മയെ വിവാഹം കഴിക്കുന്നു. സ്വോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ എവിടാണ്ട് പ്രസംഗിച്ചപ്പോൾ ഒരു സൗകര്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റ് ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ഒരു ബോസും കാണാറില്ല സ്വോത്രം എന്ന് പറഞ്ഞു. അപ്പം പറയാം, ബിഗ് ബോസ് 2 പെങ്കൊച്ചുങ്ങൾ ഇപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്നെന്ന്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിൽ അടുത്തുകൂടെ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം IG പോലീസിൻ്റെ IG കൺവെൻഷൻ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര വന്നത്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റ് പ്രസംഗിരും നെയ്യാറ്റിൻകര ഒരു 38കാരി ചേച്ചി മൊബൈലുകായിട്ട് ബന്ധപ്പെട്ട് കുണ്ട്രക്കാരി 23 കിട്ടി. ചേച്ചി ഇപ്പോൾ പറയാം, എൻ്റെ സഖിയായി വേണം. മനസ്സിലാകുന്നവർക്കായി കോടതി പേപ്പർ ഇരിക്കുന്നു. എവിടം വരെ അമ്മമ്മ വല്ലാത്ത കാലമായില്ലയോ? ദാ കിടക്കുന്നു. അതിനാ ലെസ്ബിയൻ 2, ദാ കിടക്കുന്നു 3. വിൻസെൻ്റ് ബ്രൂണോയും ലണ്ടനിനകത്ത് പള്ളിക്കകത്ത് നാടൻ ഭാഷ തോമാച്ചാനും കറിയാച്ചാനും വിവാഹിതരാകുന്നു. ദൈവം കൊടുത്ത തക്ക തുണ. ഇന്നത് മാറി. ഗൈ ലെസ്ബിയൻ മാരേജ് തീർന്നില്ല. സ്വർഗ വിഭാഗത്തിന് ഫ്രാൻസിൽ അംഗീകാരം. നല്ല മിഷണറിമാർ, CSIയുടെ മിഷണറിമാർ ലണ്ടനിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് വന്ന് അവിടുന്ന് പള്ളിയെല്ലാം വിറ്റ് കാശ അടിക്കുന്നു. നാട്ടുകാർ വാങ്ങിക്കുന്നു. സ്വർഗ വിവാഹം. അന്ത്യകാലം ഒരുവൻ്റെ കയ്യിലേക്ക്. അടുത്തത് സ്വർഗ വിഭാഗത്തിന് US പച്ചക്കൊടി. 51 സ്റ്റേറ്റുള്ള അമേരിക്കയിൽ സ്ത്രീക്ക് സ്ത്രീ, പുരുഷന് പുരുഷൻ. ദൈവം വെച്ച കാർമിക നിയമം മാറി. അന്ത്യകാലം. ഇതാ കിടക്കുന്നു. ഓസ്ട്രേലിയ, സിഡ്നി, മെൽബൺ, അഡ്ലൈഡ് എല്ലായിടത്തും സ്വർഗ വിഭാഗം. ലൈവ് നിങ്ങൾ കൂടെ കാണും. കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പർ വേണേലും തരാം. കൊണ്ടുപോകും. രേഖയില്ലാതെ പ്രസംഗത്തില്ല. സ്വർഗ വിഭാഗം. അന്ത്യദിനം. അത് കഴിഞ്ഞ് ഇന്ത്യ 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം. നല്ല കാലം. എല്ലാവരും കേട്ടാട്ട്. കാഞ്ഞിരംകുളത്ത് ഒരു ചെറുപ്പക്കാരൻ, അവൻ നമ്മുടെ ഇറച്ചിപ്പാലത്ത് സൺ എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തോ പഠിക്കുക, ME, നല്ല കോഴ്സ്. അതിൻ്റെ കൂടെ കാഞ്ഞിരംകുളം അല്ല, വെൺപകൽ നമ്മുടെ ഒരു പെൺകുട്ടി, അവൾ BEക്ക് പഠിക്കുക. അവൾ മറ്റേ ഇവൻ സൺ എഞ്ചിനീയറിങ്ങും പെൺകൊച്ച് ജെയിംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ മിക്കവാറും ഒരുമിച്ച് പോകുന്നത് കേട്ടാട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീട്ടിൽ പറഞ്ഞ് കല്യാണം വേണമെന്നു. അപ്പനും അമ്മയും പറഞ്ഞ് മിണ്ടിപ്പോകരുത്, നിന്നെ BA MAക്ക് വിട്ടിരിക്കുക, അതുകൊണ്ട് കല്യാണം തരത്തില്ല. അവർ നെയ്യാറ്റിൻകര പോയി ഒരു വക്കീലിനെ കണ്ടു. 5000 രൂപ വഴിയാധാരമായ ആധാർ. മനസ്സിലാകുന്നവർക്കായി നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് ഒരു പേപ്പർ കിട്ടി, ലിവിങ് ടുഗദർ. രണ്ടിനെയും കാണാനില്ല. മനസ്സിലാകുന്നവർക്കായി എല്ലാവരും കേട്ടോണം. ഇവരെന്തോ ഇതെന്നറിയാമോ? മാർത്താണ്ഡത്തെ തോവാളയിൽ പോകുന്ന സ്ഥലത്ത് 5000 രൂപയ്ക്ക് ഒരു വീട് വാടകയ്ക്ക് അടുത്ത് പെങ്കൊച്ചും ചെറുക്കനും അവിടായി. കേരളത്തിൽ നിന്നില്ല. അപ്പൻ ഇച്ചിരി സ്വാധീനം ഉണ്ടായിരുന്നു. കാഞ്ഞിരംകുളം നെയ്യാറ്റിൻകര DYSP ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, സാറേ മോളെ കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു മൊബൈൽ നമ്പർ തരാൻ പറഞ്ഞു. കൊടുത്തു. തിരുവനന്തപുരം പേരൂർക്കട മണ്ണാമൂല കറക്കിയപ്പം മാർത്താണ്ഡത്തുനിന്ന് തോവാളയിൽ കിട്ടുന്നുണ്ട് നെറ്റ്. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ ഈ അച്ഛനോട് പറഞ്ഞ് നാളെ വാഗണറിനകത്ത് വരണം. ഞങ്ങൾ നെയ്യാറ്റിൻകര DYSP വരെ 1 മണിക്കൂർ വേണ്ട. 7 മണിക്ക് പോയാൽ 8 മണിക്ക് കോളേജിൽ പോകുന്നതിന് പറ്റി 2 എണ്ണത്തിലേയും പൊക്കാം. പേരൂർക്കട മണ്ണാമൂലയിൽ നിന്ന് കറക്റ്റ് സൈബർ വാട്ട് DYSP വനിതാ പോലീസ് വണ്ടി കുറേ അച്ചായനും അമ്മാമ്മയും വാഗണറിനകത്ത് പെങ്കൊച്ചിനെ പിടിക്കാൻ പോവുക. മനസ്സിലാകുന്നവർക്കായി തോവാളയിൽ ചെന്നു. ലൊക്കേഷൻ ക്ലിയർ. വണ്ടി അവിടെ ചവിട്ടി നിർത്തി. അവ ഇരുന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ നോട്ട് എഴുന്ന് പെങ്കൊച്ച് ചായ ഉണ്ടാക്കുന്നു. നാടൻ മലയാളം സ്വോത്രം. ഉടനെ അവനോട്, ചെറുപ്പക്കാരനോട്, ആ പയ്യനോട് ചെന്ന് DYSP പറഞ്ഞാണ്ട് പരാതി തന്നിട്ടുണ്ട്, കൊച്ചിനെ കിഡ്നാപ്പിംഗ് ആണ്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ വിട്ടുതരാം, നിൻ്റെ കാര്യം നീ നോക്കിക്കോണം, കുഞ്ഞിനെ വിട്ടുതരാം. ഉടനെ അവൻ പറഞ്ഞു, തമിഴ് പാട്ടായി ഉക്കാറുങ്ക്. അവ അകത്ത് പോയി നെയ്യാറ്റിൻകര CJMൻ്റെ ഒരു പേപ്പർ
1 വർഷത്തേക്ക് ഒന്നിച്ച് താമസിക്കാൻ സന്തോഷമില്ലല്ലോ. സ്വോത്രം. DYSP ഇത് വായിച്ചു നോക്കി. DYSP വായിച്ചു നോക്കിയിട്ട് അവിടെ ഇരുന്ന് ഉടനെ പെങ്കൊച്ചകത്തെന്ന് പറഞ്ഞ് അയ്യാ കൊഞ്ചം TS സാപ്പിടുങ്ക രാവിലെ നല്ല ചായ ഉണ്ടാക്കുമെന്ന്. സ്വോത്രം. അപ്പോൾ DYSP പറഞ്ഞു പോലീസുകാരോട് ചാപ്പിട് അപ്പനും അമ്മയും ദാ നിൽക്കുന്നു കുരങ്ങിയത്ത കാക്കാലിൻ്റെ കണക്ക്. സ്വോത്രം. അന്നേരം അകത്തുനിന്ന് നല്ലൊരു പാട്ട്, തമിഴ് പാട്ട് നാളെ വേണേ പാടും. ഉണ്മൈ നമ്പി വന്തി നമ്പൊക്കെ പാടല് മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. ഇതുകൊണ്ടാ മക്കളെ യേശു പറഞ്ഞു അമ്മമ്മേ വളർത്തുന്നതൊക്കെ വെറുതെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞു യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവ്. നൊന്ത് പ്രസവിച്ച അപ്പനെയും അമ്മയും വിട്ട് കണ്ട ചെറുപ്പക്കാരനും ചെറുപ്പക്കാരികളുമെല്ലാം ഇന്ന് കോടതിയുടെ വിധി മേടിച്ചുകൊണ്ട് ലിവിങ് ടുഗദർ എന്ന പരിപാടിയിലേക്ക് പോയി ദൈവം വെച്ച കാർമ്മിക നിയമത്തെ മനുഷ്യൻ മാറ്റി അന്ത്യദിനം. ദാണ്ട് ഈശാൻ സൂര്യ ട്രാൻസ്ജെൻഡർ മാരേജ് കേരളത്തിനകത്ത് അന്ത്യകാലം. അടുത്തത് ഇന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യ മനസ്സിലാക്കണം. കോടതി മുറിയിൽ 2 സ്വവർഗ ദമ്പതികൾ ഇന്ത്യൻ സുപ്രീം കോടതിക്കകത്ത് വാദിക്കുന്ന 2 ചേച്ചിമാർ ഭാര്യാഭർത്താക്കന്മാരായി കഴിയുന്ന ഒരു നിയമവും വേണ്ട. ഇവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് ദാണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് സഖാവ് അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്ന ഓൺലൈൻ മാരേജ്. വരൻ പുനലൂർ, വധു ഉക്രൈൻ, കൈവച്ച കല്യാണം ഫീസ് പിന്നെ അടച്ചാൽ മതി മനസ്സിലാകുന്നവർക്കായി. അവിടംവരായി ഓൺലൈൻ മാരേജ്, അവിടംവരായി ദൈവം വെച്ച കാർമ്മിക നിയമം ഇവിടെ മനുഷ്യൻ മാറ്റിക്കഴിഞ്ഞു. ഇന്ന് രാത്രി ബൈബിളിലേക്ക് വരാൻ പോന്നു. അവൻ നിയമത്തെ മാറ്റുമോ? വായിച്ചു തുടങ്ങാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. ബൈബിൾ എടുത്താട്ടെ. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് നിയമം മാറ്റാൻ പോകുന്നു. വായിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. ബൈബിൾ എടുത്താട്ടെ. വായിച്ചിട്ട് മോനെ ദാനിയേൽ. അവൻ അത്യുന്നതനായവന് വിരോധമായി, എന്റെ ദൈവം സർവശക്തനായ ദൈവത്തിന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനാവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും. അതാ ഞാൻ പറഞ്ഞ he will take the land order. ദൈവം വെച്ച നിയമം മാറ്റി സമയങ്ങളെയും നിയമങ്ങളെയും അവൻ മാറ്റും. അടുത്ത വാക്ക് കാലവും കാലാംശവും. അതാ ഞാൻ പറഞ്ഞത് ദൈവസഭ എടുക്കപ്പെട്ടാൽ 7 വർഷം 3.5 അവൻ കർട്ടന് പിന്നിൽ നിൽക്കുക. അതിന്റെ 3.5 വർഷം കാലവും കാലാംശങ്ങളും ലോകം അവന്റെ കയ്യിൽ. വായിച്ചിട്ട് മോനെ. അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. ഒരുവന്റെ കയ്യിൽ ഈ ഭരണം കൊടുക്കാറായി. ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ നിയമത്തെ കഠിനമാക്കും. വായിക്കാം. ദാനിയേൽ 9. എതിർക്രിസ്തുവിന്റെ മിലിറ്ററിയോടനുബന്ധിച്ച് നിയമത്തെ കഠിനമാക്കും. ഒത്തിരി ദിവസം പ്രസംഗിക്കാനുള്ള സബ്ജക്റ്റ്. വായിക്കാം മോനെ. ദാനിയേൽ 9:27. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. എന്താ തുടങ്ങി. ഇവിടെ തന്നെ അവൻ വരുന്നതിന് മുമ്പ്, മുഖ്യമന്ത്രിയുടെ വാഹനം വരുന്നതിന് മുമ്പ്, പൈലറ്റ് വാഹനം മോഡി സാർ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരുക്കം പോലെ എതിർക്രിസ്തു വരുന്നതിന് മുമ്പ് അവന്റെ വഴിത്താരകൾ ഒരുങ്ങി അവൻ നിയമത്തെ കഠിനമാക്കും. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? ഈ ലോകം എവിടം വരെ എത്തി? ബാക്കി എല്ലാവരും കേട്ടോണോ? 1991 പെന്തിക്കോസ്തുകാരെല്ലാം കേട്ടാട്ടെ. 1991 അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്നു, ബിൽ ക്ലിന്റൺ. അദ്ദേഹം വന്ന ഉടനെ പറഞ്ഞു സ്വർഗ വിവാഹം. എല്ലാവരും കേൾക്കണം. പാസ്റ്റർമാരും അച്ഛന്മാരും അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു സാറേ അത് ചെയ്യരുത്. നമ്മുടെ ഡോളറിലൊരു വാക്കുണ്ട്, വി ആർ ട്രസ്റ്റിംഗ് ഗോഡ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ. അന്ന് തൊട്ട അമേരിക്കയിൽ കാറ്റ്. നാളെ പറഞ്ഞുതരാം എത്ര കാറ്റ്. അന്നമ്മ, ചിന്നമ്മ, മറിയാമ്മ, പൊന്നമ്മ, സ്വോത്രം. അതുകൊണ്ട് റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ്മ എല്ലാം അടിച്ചമ്മ, സ്വോത്രം. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നപ്പോൾ ടെക്സാസ് ചുഴലിക്കാറ്റ്. അതിനിവിടുത്തെ വില്ലന്മാർ പോസ്റ്റ് ഇട്ടേക്കുക മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് കാറ്റടിച്ചെന്ന്. ഒരു വിവരമില്ലാത്തവന്മാർ. സ്വോത്രം. മുഖ്യമന്ത്രി എന്നുകൊണ്ടൊന്നുമല്ല കാറ്റടിക്കുന്ന. കാറ്റ് നാളെ നേരത്തെ വരണം. നമ്മളെ കൊണ്ടുപോകാൻ ഒരു കാറ്റ് വരുന്നുണ്ട്. അത് നാളെ ഞാൻ പറയാം. മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് സന്തോഷമില്ലല്ലോ. പാറശാല ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രശാന്തി കള്ളുപിടിക്കാൻ വന്നവരെ തലയിലെല്ലാം ബോർഡ് വീണ്. സന്തോഷമില്ലല്ലോ. എത്ര നല്ല കാറ്റ്. കേശവദാസ് ഒരു തൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു പാസ്റ്ററെ ഞാൻ രക്ഷപ്പെട്ടത് ഇലക്ട്രിക് പോസ്റ്റിനെ പിടിച്ചോണ്ടാണ്. ഞാൻ പറഞ്ഞു സാർ ഷോക്ക് അടിക്കാൻ ഞാൻ ഭാഗ്യമൊന്നും മനസ്സിലാകുന്നവർക്കായി. പുള്ളിയും പോയേനെന്ന്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കർത്തവത്തും ചന്ദനവരെയും കണ്ടുകൊണ്ടിരിക്കുക. നീ അത് കാണും കുഞ്ഞമ്മാമേ. സ്വോത്രം. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ചേച്ചി പറഞ്ഞില്ല എന്നെ കാറ്റ് പൊക്കിയിട്ട് താഴെ ഇട്ടെന്ന്. സ്വോത്രം. ബാക്കി നാളെ പറയാം. നേരത്തെ വരണം. ഈ സമയത്ത് എൻ്റെ കാന്തൻ വരാറായി. മേഘങ്ങളെ തേരാക്കി. ഇന്ന് കേൾക്കണം. നിങ്ങളുടെ തൊട്ടടുത്ത തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഇവിടുന്ന് പറന്നുയരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്, എമിറേറ്റ്സ് ഈ വിമാനങ്ങൾ റഡാറിൽ കാണും. അതുപോലെ അമേരിക്ക വിമാനത്തെ കാണത്തില്ല. 33,000 അടി തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി കടലിൻ്റെ മേളിൽ കൂടി പറന്ന് ശ്രീലങ്ക വഴി പറക്കുന്ന വിമാനത്തിൻ്റെ ശബ്ദം അമേരിക്കയിൽ നാസ കിട്ടും. അങ്ങനെ അവരുടെ ഒരു സംവിധാനം എവിടെ ഉണ്ട്? അവരൊരു റഡാറുണ്ട്. എവിടെയാണെന്നറിയാമോ? പിന്നെ ന്യൂയോർക്കിൽ കെന്നഡി വിമാനത്താവളത്തിനകത്ത് നാസ, നാഷണൽ എയറോനോട്ടിക്കൽ സയന്റിഫിക് അഡ്മിനിസ്ട്രേഷൻ റഡാർ.
ആ ശബ്ദം കേൾക്കും. ജോഗ്രഫി ടീച്ചറിന് അറിയാം ഇവിടെയുള്ള, അവരത് പഠിപ്പിക്കും. ബട്ടർഫ്ലൈ എഫക്റ്റ്. തമ്പാനു നമ്മുടെ ശംഖുമുഖത്തുനിന്ന് പറക്കുന്ന വിമാനം 33,000 അടി ഉയരത്തിൽ പാർക്കുമ്പോൾ 7 കടലുകൾക്കപ്പുറത്ത് ആകാശത്തിൽ കൂടെ ശബ്ദം ശ്രമിക്കുന്ന റഡാർ അമേരിക്കയ്ക്കുണ്ട്, ബട്ടർഫ്ലൈ എഫക്റ്റ്. പക്ഷേ അമേരിക്കയിൽ ഇത്രയും കാറ്റടിച്ചത് ഒരു റഡാറിന് കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളേ. ദൈവം നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. തീർന്നില്ല. ബിൽ ക്ലിന്റൺ രണ്ടാമതിരിക്കുമ്പോൾ എല്ലാ മക്കളും കേട്ടാട്ടെ, ഉള്ളത്തിൽ ഉരുവാകുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ ലൈസൻസ് കൊണ്ടുവന്നു. ഇന്ന് രാത്രി ചരുവിള IPCയുടെ ഗ്രൗണ്ടിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ 75 ലക്ഷം കുഞ്ഞുങ്ങളെ പച്ചയ്ക്ക് കൊന്നത് അമേരിക്ക. മനസ്സിലാകുന്നവർക്കായി അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരോടും പറഞ്ഞുതരാം. 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ സഹോദരി വയറ്റിനകത്ത് ഞെക്കിയിട്ട് എവിടെ കൊണ്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? കുഞ്ഞിനെ തട്ടിക്കളയും, എന്നിട്ട് സർജറി ചെയ്തെടുക്കും. അവർക്കെതിരെ കേസില്ല, പിള്ള വയറ്റിൽ കിടന്ന് മരിച്ചെന്ന്. ഇന്ന് രാത്രി 75 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്നതാണ് അമേരിക്ക. ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാനഡ, ടൊറൻഡോ, എഡ്മണ്ട്, കിച്ചണർ, അതിനോടൊപ്പം നയാഗ്ര ഫാൾസ്, അവിടെയുള്ള മലയാളി പെൺകുട്ടികൾ വരെ കളിക്ക് അവളെ ചാടുന്നു, അബോർഷൻ ചെയ്യാൻ എവിടത്തേക്ക് ചാടുന്നു? അമേരിക്കയിലേക്ക് ചാടുന്നു. ദൈവം വടിയെടുത്തു. അന്ന് തൊട്ട് അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടി തുടങ്ങി. ഏതാ ബാങ്കുകൾ? ഏകദേശം നല്ല ബാങ്കുകൾ JP മോർഗൻ, അത് കഴിഞ്ഞിട്ട് അടുത്ത ബാങ്ക് പോയി അമേരിക്കൻ ബാങ്ക്, മൂന്നാമത്തെ ഫസ്റ്റ് ഗൾഫ് അമേരിക്ക. അനവധി ബാങ്കുകൾ പൊട്ടി. ആരാ ഭാഗ്യവാൻ? പലരും പറയുന്ന അമേരിക്കക്കാരനാണ് ഭാഗ്യവാൻ. അവിടെ ഒരു മണ്ണാങ്കട്ടയിൽ 5.5 ലക്ഷം എണ്ണത്തിന് തട്ടി പുറത്താക്കാൻ പോകുന്നു. മനസ്സിലാകുന്നവർക്കായി ട്രംപ് വന്നപ്പം പെന്തിക്കോസുകാരെല്ലാം പറഞ്ഞു, ഞങ്ങളുടെ രക്ഷകൻ വന്നേ IPCക്കാർ വേറെ, ചർച്ചക്കോട് വേറെ, ഷാരവും വേറെ, പ്രതികരണക്കാർ വേണേ. മക്കളെ, ട്രംപ് വന്നത് നിന്നെ രക്ഷിക്കാനല്ല, ഇസ്രയേലിൻ്റെ രക്ഷയ്ക്കായിട്ട് ഇപ്പോൾ തൽക്കാലവും വന്നതാ. സ്വോത്രം. പിന്നെ ട്രംപിനൊരു ഗുണമുണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും ഒരു കാര്യം പറയും, ജീസസ് ഈ സേവിയർ. നമ്മൾ മിണ്ടാതിരുന്ന ദൈവം എന്ന് പറയും. സ്വോത്രം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ട്രംപിനൊരു ഗുണമുണ്ട്. സ്വോത്രം. അവൻ സ്റ്റേജിൽ കൂടെ പറയും, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി. മൂന്നാമത്തെ കാര്യം ഒരു നല്ല കാര്യമാണ്. അവൻ 50,000 ബൈബിൾ അടിച്ച് സ്കൂളിൽ വെച്ചിട്ടുണ്ട്, പിള്ളേർക്കും വായിക്കാം, വീട്ടിലും കൊടുക്കാം. 4, ക്യാബിനറ്റ് കൂടുമ്പം എല്ലാവരും 2 മിനിറ്റ് പ്രാർത്ഥിക്കണം. നമ്മുടെ സഭായോഗം സ്വോത്രഗീതം പാടുക നീ മനമേ, ഈ വാതിൽ ആ വാതിൽ. മനസ്സിലാകുന്നവർക്കായി എഴുന്നേറ്റുമില്ല, പ്രാർത്ഥനയില്ല. 5ാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി അമേരിക്കയ്ക്ക് രക്ഷ യേശു ക്രിസ്തു മാത്രം. കരമുയർത്തുന്നവർക്കായി അവിടെ എല്ലാം തീരാറായി. ഇന്ന് രാത്രി ചരുവുളയുടെ ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? അമേരിക്കയിലെ ബാങ്കുകളെല്ലാം പൊട്ടുന്നു, മലയാളികളെല്ലാം ചെങ്ങലകളിലിട്ട് വിടുന്നു, സർദാക്കന്മാരെ വിട്ടു. അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? അങ്ങനെയെങ്കിൽ അമ്പൂരിയിലെ തോമാച്ചായനാണോ ഭാഗ്യവാൻ? മഴ പെയ്ത് പാസ്റ്റർ റബ്ബറിൻ്റെ ഇലയും പോയി, ഓണത്തിന് വിൽക്കാൻ വെച്ചിരുന്ന കൊലകൾ മൊത്തം ഒടിഞ്ഞും പോയി, മരച്ചീന് ചാഞ്ഞും പോയി. അമ്പൂരിയിലെ തോമാച്ചാനാന്നോ ഭാഗ്യവാൻ? അല്ല. അത് കഴിഞ്ഞ് ഗൾഫ് രാജ്യത്തുള്ള കുഞ്ഞുങ്ങളാണോ? അവിടെ പശ്ചിമേഷ്യ ഇസ്രയേലിൻ്റെ മിസൈൽ വരുന്ന അവരും കടന്ന് ബുദ്ധിമുട്ടുന്നു. ഇന്ന് രാത്രി ആരാ? ചരുവോള, കാഞ്ഞിരംകുളം, നെല്ലിമൂട് ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? ഗൾഫുകാരനാണോ ഭാഗ്യവാൻ? റബ്ബർ തോട്ടമുള്ള തോമാച്ചാനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഒരു കൂട്ടമൊരുപ്പുണ്ട്. ആരാ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ അത്രേ ഭാഗ്യവാന്മാർ. നമ്മെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. തീർന്നില്ല. He will take it the land order. അടുത്തത് ആരെ കൊല്ലും? പോസ്കോ. വായിക്കാം. യെശയ്യാ പ്രവചനം 3:12. എടുത്താട്ട് ബാലരാമപുരത്തേക്ക് വരാം. യെശയ്യാ പ്രവചനം 3:12 വായിക്കാം. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ഇതാ കിടക്കുന്ന കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. കേരള പോലീസ് കഴിഞ്ഞ 2 വർഷമായിട്ട് 200 കുഞ്ഞുങ്ങളാ പീഡിപ്പിക്കപ്പെട്ടത്. എന്താ? സ്വന്തം രക്തത്തിൽ പറഞ്ഞ മക്കളെ അപ്പന്മാർ പീഡിപ്പിക്കുന്നു. അമ്മമാരും പുറയല്ല, സ്വന്തം മക്കളെ വിറ്റ് കാശ് മേടിക്കുന്ന കേരളത്തിലെ അമ്മമാർ. സ്വോത്രം. എന്താ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന? എല്ലാം കേട്ടാട്ടമ്മേ. ഇങ്ങനൊക്കെ സമയം കിട്ടുമ്പോൾ വല്ലതും കേട്ടോ? എറണാകുളത്ത് വയറ്റില, ചർച്ചക്കോടിൻ്റെ വയറ്റില കൺവെൻഷൻ പോയി. പാസ് പറഞ്ഞു കേട്ട് ഞാൻ കരഞ്ഞു പോയി. 9 മാസവും 9 ദിവസവും 9 വിനാടികയെ നൊന്ത് പ്രസവിച്ച കുഞ്ഞ് വഴക്കുണ്ടായി. ഭർത്താവ് കളഞ്ഞു, കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു. മോളെ, ആമസോണിൻ്റെ കവറിനകത്ത് സ്വന്തം കുഞ്ഞിനെ പാക്ക് ചെയ്ത് ഓടുന്ന പച്ച ടൗൺ സർവീസിൻ്റെ മുൻപിലെറിഞ്ഞ മലയാളി അമ്മ. തീരാറായി കേരളം. കളമശ്ശേരി. അടുത്തത് കേട്ടാട്ടെ. കളമശ്ശേരി എല്ലാവരും കേൾക്കണം. കളമശ്ശേരിയിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ചെറുപ്പക്കാരി ആദ്യവൻ കളഞ്ഞു. 1.5 വയസ്സുള്ള കുഞ്ഞുമോൻ, രണ്ടാമതൊരു പയ്യൻ വന്നു. അവനൊരു ടോർപിഡോ വെച്ചു. ഈ കുഞ്ഞിനെ കൊന്നാൽ നിന്നെ ഭാര്യയാക്കാം. അവൻ സ്വന്തം കുഞ്ഞിനെ മറന്നുപോയി. ആ ചെറുപ്പക്കാരനും പെങ്കൊച്ചും കൂടെ കഥകിൻ്റെ കീഴി വെച്ച് ഞെരിച്ചു. ആ കുഞ്ഞ് മരിച്ചു. കളമശ്ശേരി കൊണ്ടു ചെന്നപ്പം പറഞ്ഞു, കഥകിൻ്റെ കീഴി കയറി മരിച്ചാന്ന്. 1.5 വയസ്സ്. അവർ വിട്ടില്ല. പോലീസുകാരെ വിളിച്ച് നല്ല ഇടി കിട്ടിയപ്പം പിടികിട്ടി. 2 തീർത്തിയാന്ന്. 2നെയും ജയിലിൽ
മനസ്സിലായി. പെങ്കൊച്ചിനോട് പറഞ്ഞു ഇതിൻ്റെ പഴയ അച്ഛൻ്റെ നമ്പർ തരാൻ, മൊബൈൽ നമ്പർ ഓഫ്. പത്രത്തിൽ പരസ്യം കൊടുത്തു. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ 1 മാസം 1.5 വയസ്സുള്ള സൂര്യൻ്റെ മുഖം പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കളമശ്ശേരി ആശുപത്രിക്കകത്തിരുന്നു. ആശുപത്രിക്കാർ അടക്കാൻ പോയപ്പോൾ ആ IPS കാരൻ പോലീസ് ഓഫീസർ പറഞ്ഞു നിങ്ങൾ അടക്കണ്ട, ഞാൻ അടക്കാം. 7000 രൂപയ്ക്ക് അദ്ദേഹം പെട്ടി മേടിച്ചു. ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു, ദൈവദാസന്മാരെ മകനെ വിടാ. ഒരു കിലുക്കും അതിനകത്ത് വെച്ചു. ഒരു IPS ഓഫീസർ ഒരു കുഞ്ഞിൻ്റെ ശരീരം കൊണ്ട് സെമിത്തേരിയിൽ അടക്കി. കേരളം ഞെട്ടിപ്പോയി. ബാലരാമപുരം ദേവനന്ദ കരമുയരുന്നില്ലല്ലോ. 9 മാസം 9 ദിവസവും നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് രാത്രിയുടെ യാമത്തിനകത്ത് കേരളത്തിൽ ബാലരാമപുരത്ത് കിണറ്റിലെറിഞ്ഞ ബാലരാമപുരം ദാ കിടക്കുന്നു. നിങ്ങളുടെ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. അരിമാനൂർ പൂവാറിലെ പഞ്ചായത്ത് സെക്രട്ടറി CSI കാരിയായിരുന്നു, എൻ്റെ സുഹൃത്തായിരുന്നു. 2 വർഷം മുമ്പ് സാറിനെ വിളിച്ചു. അവരുടെ ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചവർ ആങ്ങളെ അച്ഛൻ എത്ര പേരെനിക്കിവിടെ ബന്ധം കിടപ്പുണ്ട്, ഭരണിയം ചാണിയൊക്കെ. അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഫാസ്റ്ററെ കർത്താവ് വരാറായിരുന്നു. ഞാൻ ചോദിച്ചു സാറിന് എന്തെങ്കിലും ദർശനം കിട്ടിയോന്ന്. അപ്പോൾ പറയാം പൂവാർ പഞ്ചായത്തിൽ വന്ന കേസ് 9 മാസം 9 ദിവസം 9 വിനാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കാശാക്കാൻ ശ്രമിച്ച പൂവാറിലെ ദമ്പതികൾ എവിടം വരായി അമ്മാമേ? നിങ്ങളുടെ കുട്ടികൾ അവരോ പീഡിപ്പിക്കപ്പെടുന്നു. അടുത്തത് വായിക്കാം. സ്ത്രീകൾ അവരെ വാഴുന്നു. സ്ത്രീകൾ അവരെ വാഴുന്നു. കണ്ടില്ലേ? അതുകൊണ്ടല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടത്തില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ചില ഭാഗമുണ്ട്. മുഖ്യമന്ത്രിയുടെ കുഴപ്പമില്ല, സജി ചെറിയാൻ്റെ കുഴപ്പമില്ല. വായിച്ച പോലീസുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ സിനിമാ സീരിയൽ താരങ്ങൾ അവരുടെ അപ്പൻ അമ്മമാർ സ്വന്തം മക്കളെ വിറ്റ് കാശാക്കിയതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പല കാര്യം പുറത്തു വിടാത്തല്ല. മുഖ്യമന്ത്രിയുടെ കുഴപ്പമോ സജിയുടെ കുഴപ്പമല്ല. അങ്ങനെ സ്ത്രീകൾ അവരെ വാഴുന്നു. അപ്പോൾ നിങ്ങളെ നടത്തുന്നവർ നിയമം മാറിയില്ലേ അമ്മാമ്മേ? ബാക്കി നാളെ കേൾക്കണം ആരാരെ കൊല്ലുന്നു. അടുത്ത നിങ്ങളെ വായിച്ചാട്ട് മോനെ. എന്റെ ജനമേ, എന്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ അവരെ വാഴുന്നു. നല്ല കാലം പോയോ, നല്ല കാലം പോയോ? കാഞ്ഞിരംകുളത്ത് സോമൻ ചേട്ടന് തങ്കപ്പേണ്ടന് കടയിരുന്ന് പറയും കലികാലം കലികാലം. മനസ്സിലാകുന്നവർക്ക് മിറ്റത്തിരിക്കുന്ന അമ്മച്ചി പറയത്തില്ലയോ മുറുക്കാൻ തപ്പിട്ട് മോനെ മോനെ നല്ല കാലം പോയി കലികാലമായെന്ന്. ബൈബിളിനകത്തുണ്ടോ നല്ല കാലം പോയി കലികാലമായോ? FSC ലേഖനം 5-ാം അധ്യായം 15-ാം അധ്യായം 16 വാക്യങ്ങൾ ഇന്ന് രാത്രി ഒന്ന് വായിച്ചാട്ടെ. ധന്യനായ പൗലോസ് ലേഖനം എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. വായിച്ചാട്ടെ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ ജ്ഞാനികളായിട്ട് നടത്താൻ. ദുഷ്കാലമാകയാൽ കരമുയരുന്നില്ലല്ലോ അമ്മാമ്മ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ കരമുയർത്തുന്നവർക്കായി. നാടൻ ഭാഷ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ കാഞ്ഞിരംകുളത്തെ അമ്മണി ചേച്ചി വെച്ചുകൊണ്ടിരിക്കത്തില്ല. പത്തായത്തിലെ കത്തി എടുക്കത്തില്ല. അരകല്ലിന്റെ മേളിൽ സവാള എറിയുന്ന കത്തിയെടുത്ത് ജനലെ കൂടെ എറിഞ്ഞ് കോഴിയെ തീർക്കുന്നത് പോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തിന്ന് ഉള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ കൺവെൻഷന്റെ നല്ല സമയം നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറാ. ഇന്ന് രാത്രി ചരുവുകളെ കാഞ്ഞിരംകുളെ ഒറ്റ രാത്രി കൂടി ഞങ്ങൾ പറയുന്നു മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1 കാലില്ല 1.5 ഏകനാമം യേശുവിന്റെ നാമം മാത്രം. ഈ രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. എങ്ക പക്കം ഇരിക്കുന്നത് നെഞ്ചത്ത് കൈവച്ച് യേശു എന്റെ ഏക രക്ഷകൻ, യേശു എന്റെ ഏക കർത്താവ്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ അവൻ പരമയാഗമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുക. ഇന്ന് രാത്രി മകനെ മകളെ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്ക. എന്റെ കാന്തൻ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്ന ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. 2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്ന് രാത്രി അവസാനിപ്പിക്കുക. ലോത്തിന്റെ കാലത്ത് ശ്രദ്ധയോടെ ഇരിക്കണമേ. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. തീയെ നോക്കിയൊരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ഇന്ന് രാത്രി ലോകയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുജകുമാരൻ്റെ വരവ് ലോത്തിൻ്റെ കാലം. ശ്രദ്ധയോടെ. എന്താ ലോത്തിൻ്റെ കാലം? മമ്രയുടെ തോപ്പിൽ. ശ്രദ്ധയോടെ ഇരിക്കണേ. അബ്രഹാം മമ്രയുടെ തോപ്പിൽ. ദൈവത്തിൻ്റെ ദാസന്മാർ എവിടെ വന്നു? അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നു. സോദോമിലേക്ക് നോക്കി കല്ലും മണ്ണും നിലവിളിച്ചു. അതാ സോദോമ്യ പാപം. അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? ഞങ്ങൾ സോദോമിലേക്ക് പോവുക. അപ്പം പറഞ്ഞ IPC പാറശാല സെൻറ്ററിൻ്റെ ഒരു ഔട്ട് സ്റ്റേഷൻ വർക്ക് അവിടെ ഉണ്ടെന്ന്. ക്യാമറ നോക്കിയപ്പം
ഇവാഞ്ചലിസ്റ്റ് ലോത്തും ഇല്ല, പെയ്ത്തോമിനകത്ത് ഡ്രമ്മും ഇല്ല. മനസ്സിലാക്കുന്നവർക്ക് സന്തോഷമില്ലല്ലോ. സ്വോത്രം. ആദ്യം സ്വർഗം നോക്കി 50. അബ്രഹാം പറഞ്ഞു വരിസംഖ്യ എടുക്കാൻ 40, 30 ഒന്നുമില്ല. ഉടനെ ലോത്ത് അബ്രഹാം ഇടിവിൽ നിന്ന് പറഞ്ഞ അവൻ നമ്മുടെ കൂടെ പണ്ട് സെൻറ്ററിൻ്റെ സുവിശേഷത്തിന് വന്നതാ, വിഴിഞ്ഞം കടപ്പുറത്ത് ട്രാക്റ്റൊക്കെ കൊടുക്കാൻ വന്നതാ. എന്തായാലും ദൈവദാസന്മാർ അവിടെ ചെന്ന് ഇതുപോലൊരു സംഭവം ലോത്തിൻ്റെ കാലത്തെ സംഭവം. എല്ലാവരും കേൾക്കണം, പത്രവും കൂടെ. 2025 ജനുവരി 4 ഹോളിവുഡിൽ സിനിമാക്കാരുടെ അവാർഡ് ദാനം. എല്ലാവരും കേട്ടാട്ടെ. അവിടെ അവാർഡ് ദാനം നടന്നപ്പോൾ 2 പെൺകൊച്ചുങ്ങൾ, ലൈവ് പോയാലും കുഴപ്പമില്ല, ചേച്ചിന് കൂട്ടി കൊടുത്തു, എന്തായാലും നമ്മളെ തീർക്കായിരിക്കും, കൂട്ടിക്കോ. ചുട്ടിപ്പാവാട് കൊടുത്ത 2 പെൺകൊച്ചുങ്ങൾ മൈക്കെടുത്തിട്ട് പറഞ്ഞു, ഹൂ ഈസ് സേ ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗാഡ്. ആരാ പറഞ്ഞ പ്രപഞ്ചം കർത്താവ് ഉണ്ടാക്കിയെന്ന്? ദാറ്റ് ഈസ് എ ഫിനോമിന. കർത്താവൊന്നുമല്ല പ്രപഞ്ചം ഉണ്ടാക്കിയെന്ന്. അമ്മാമ 48 മണിക്കൂറായില്ല ദൈവത്തിൻ്റെ ന്യായവിധി. അമേരിക്കക്കാർ കേട്ടാട്ട്. ലോസ് ആഞ്ചലസ് 48,000 ഏക്കർ, 28,000 വീട്. അത് കഴിഞ്ഞതിന് ശേഷം 38 പേരാ വന്ന് മരിച്ചത്. ഇസ്രയേലിൻ്റെ വിമാനങ്ങളെ ട്രംപ് വിളിച്ചിട്ട് അവസാനം തീ കെടുത്തിയത്. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ കാന്തൻ്റെ വരവ്. ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനം എത്ര ക്ലിയർ. അങ്ങനെ എന്താ, 2 ദൂതന്മാർ സായം സന്ധ്യയിൽ ലോത്തിൻ്റെ വീട്ടിൽ പോയി. സ്വോത്രം. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷമില്ലല്ലോ. പ്രാർത്ഥിക്കുന്ന ഒരുവനെങ്കിലും കർത്തൃദാസന്മാർ ഒരു പട്ടണത്തിനകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നതിന് മുമ്പ് അഡ്വാൻസായിട്ട് ദൈവം പറയും. മനസ്സിലാകുന്നവർക്കായി. കാവൽക്കാരാ നീ മയങ്ങുന്നതെന്ത്? 2 മിനിറ്റ് കടമെടുത്ത് തിരുവനന്തപുരം വെള്ളറടയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, കർത്താവിൽ ബഹുമാനിക്കുന്ന പാസ്റ്റർ പൗലോസ് രാമേശ്വരം. എല്ലാവരും കേട്ടാട്ടെ. അദ്ദേഹത്തിൻ്റെ ചർച്ച് രാമേശ്വരത്താണ്. അദ്ദേഹത്തിൻ്റെ ചർച്ചിനോട് ചേർന്ന കടൽ. എല്ലാ അമ്മച്ചിമാരും ഈ സാക്ഷ്യം കേൾക്കണം. ഒരു വെള്ളിയാഴ്ച അദ്ദേഹം കാത്തിരിപ്പ് യോഗം നടത്തി കഴിഞ്ഞപ്പോൾ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടു. നാളെ ഇവിടെ രാമേശ്വരത്ത് 2 ദിവസത്തിന് ഒരു വലിയ വിഷയം ഉണ്ടാവും, നീ ഉണർന്ന് പ്രാർത്ഥിക്കണം. മക്കളെ പറഞ്ഞു വിട്ടു ബസ്സിനകത്ത്. എല്ലാ വീട്ടിൽ നിന്നും വിശ്വാസികളെ കൊണ്ടുവരാൻ പറഞ്ഞത്. ശനി കാത്തിരിപ്പ് യോഗം, ശനി വൈകിട്ട് കാത്തിരിപ്പ് യോഗം. ദൈവാത്മാവ് സംസാരിച്ചു, ഒറ്റ കുഞ്ഞിനെയും വീട്ടിലേറ്റ് വിട്ടേക്കരുത്. രാത്രി കഞ്ഞു കുടിച്ചു. രാവിലെ 9:30 ചെറിയ ലഘുഭക്ഷണം കഴിച്ചു. അന്ന് ആ സുനാമി തിരകൾ 2024 ഡിസംബർ 26 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഭൂമിക്കടിയിലുണ്ടായ സമുദ്രത്തിലെ ലാവ പൊട്ടി 6 മീറ്റർ പൂവാറും വിഴിഞ്ഞവും പുല്ലുവിളയും നിങ്ങൾ കണ്ടു. കടലിൻ്റെ പൊക്കത്തിനൊത്ത് തിരമാല അടിക്കുന്നു. പൗലോസ് പാസ്റ്റർ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. 9:30 ഞങ്ങൾ തമ്പേർ അടിച്ച് ആരാധിക്കുമ്പോൾ രാമേശ്വരത്ത് കടലിളകുക. രാമേശ്വരത്തെ പാലങ്ങളും എല്ലാം തകരുക. മറീന ബീച്ച് വരെ ഇളകുക. പക്ഷേ ആരാധിച്ച ദൈവസഭയ്ക്കകത്ത് ഒരു തുള്ളി വെള്ളം കയറാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാത്രി കാഞ്ഞിരംകുളത്തിനോട്, നെല്ലിമൂടിനോട്, ആത്മാവിൽ ദൈവദാസന്മാരോട് ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. മുട്ടുമടക്കി നീ ദൈവത്തോട് നിലവിളിക്കുന്നത് നിന്റെ ദേശത്ത് വരുന്ന അനർത്ഥങ്ങളെ, ന്യായവിധികളെ മുൻകൂട്ടി തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. ആരാധിക്കുന്ന ഒരുവൻ ദേശത്തുണ്ടെങ്കിൽ നിന്റെ ഭവനത്തിനടുത്ത് ആത്മഹത്യ നടക്കത്തില്ല. ആരാധിക്കുന്ന ഒരുവൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വലിയൊരു വാഹനാപകടം തരത്തില്ല, ദുരന്തം നടക്കത്തില്ല. അതിനു മുമ്പ് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാ, ദൈവം നിങ്ങളെ ഉദ്യോഗിപ്പിക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? പാറശാലയിലല്ല, നമ്മുടെ രാമേശ്വരത്തെ പൗലോസ് പാസ്റ്ററുടെ ജീവിതത്തിൽ മാത്രമല്ല, ഇന്ന് രാത്രി ഒരു പ്രതിസന്ധി വരുന്നതിന് മുമ്പ് നിന്നോട് അറിയിച്ച് നിന്നെ വിടുവിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അനർത്ഥ ദിവസത്തിൽ അവൻ നിന്നെ കൂടാരത്തിൻ്റെ മറവിൽ നിന്നെ മറച്ചുകൊള്ളും. കരമുയർത്തുന്നവർക്കായി തിരുനിവാസത്തിൻ്റെ നിറവിൽ നിന്നെ മറച്ച് കാക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. വചനം അകത്തോട്ട് കത്തുന്ന രാത്രിയാകട്ടെ. മനസ്സിലാകുന്നവർക്കായി ഈ ദൈവദാസന്മാർ വന്ന്, 2 ദൂതന്മാർ വന്ന് ലോത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ലോത്തെ കാര്യമെല്ലാം കൈവിട്ടിരിക്കുക. 4 കാര്യം. 1 പർവ്വതത്തിലേക്ക് ഓടണം. 2 രക്ഷയ്ക്കായി പുറത്തു വരണം. 3 തിരിഞ്ഞു നോക്കരുത്. 4 പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക. അപ്പോൾ പാറശാല ഡിസ്ട്രിക്റ്റ്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്, കുമ്പനാട് എല്ലാം ആര് കേട്ടതാ? ലോത്ത് കേട്ടതാ. കൈ ചെറിയ നോട്ടുമുണ്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ. അമ്മാമ്മയോട് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി ശരിയാക്കുക. ഞാൻ വണ്ടിയുടെ ഓയിലൊക്കെ നോക്കി വെള്ളമൊക്കെ തരും. കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മക്കളെ ചുരിദാറിട്ട് മൊബൈലും ഒക്കെ എടുക്കാൻ. അമ്മാമ്മ പിന്നെ കമാൻഡർ ജീപ്പായിരുന്നു അന്നത്തെ കാലത്ത്. സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് ശൗര്യ വിളിച്ച് പെട്ടെന്ന് കയറിയാട്ട് ഏത് സമയം കമ്പാർട്ട്മെൻറ്റ് ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങാൻ പോവുക. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി അമ്മാമ്മ ഒരു പരുവത്തിൽ കയറി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെന്തായാലും പുറേ ചാടി കയറി. മനസ്സിലാകുന്നവർക്കായി കമാൻഡർ ജീപ്പിനാണ്. പക്ഷെ അമ്മാമ്മയ്ക്ക് 4 കാര്യം കുഴപ്പമായിരുന്നു. 1 കരമനേന്ന് മേടിച്ച പോത്തീസിലെ സാരി ഇതുവരെ കൺവെൻഷൻ ഉടുത്തില്ല. മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന നല്ല ചിക്കൻ കാലിപ്പം കുക്കർ ഇട്ടിരിക്കുക. 6 വിസിലെങ്ങാണ്ട് വേണം 65 അടിക്കാൻ. അത് കഴിഞ്ഞ് 3ാമത്തെ കാര്യം വിസ്മയെന്ന് കൊണ്ടുവന്ന ഐസ്ക്രീം ഇടയ്ക്കിടയ്ക്ക് നുണയുക. 4 ആപ്പിളിൻ്റെ ഓണത്തിന് ഓഫർ കിട്ടിയ നല്ല മൊബൈൽ ഇപ്പോൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓട്ടം മുമ്പോട്ടും നോട്ടം പുറകോട്ടും. എന്തായാലും പാറശാല ഇഞ്ചിവള എത്തുന്ന പോലെ അവിടെ എത്തിയപ്പം
അമ്മാമ്മ ഒരു കാര്യം പറഞ്ഞു, അച്ചായ ഒന്ന് ചവിട്ടിയാട്ടെ. അച്ചായ വിചാരിച്ച് ഏതെങ്കിലും ഒരു ആവശ്യത്തിനാണ്. ലോത്ത് ചവിട്ടി കമാൻഡറെ ജീപ്പ് തുറന്ന്. അമ്മാമ്മയ്ക്ക് സ്വതവും വിടണമെന്നുണ്ടായിരുന്നു. സ്വതവും അമ്മാമ്മയെ വിട്ടില്ല. മനസ്സിലാകുന്നവർക്കായി ലോത്ത് കണ്ണാടി കൂടെ നോക്കിയപ്പോൾ ഒരു ഉപ്പ് തീണ്. കുഞ്ഞുങ്ങളോട് ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്നല്ലോ, പോയവൾ പോട്ട്, ഗുഡ് ബൈ, ഫസ്റ്റ് കയറിട്ട് ഒറ്റ പോക്ക്. കരം ഉയർത്തുന്നവർക്കായി ഇതാ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവേൻ. മനസ്സിലാകുന്നവർക്കായി ലോത്ത് സ്വതവും വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും. സയൻസ് നാളെ സ്റ്റാറ്റോസ്ഫിയറിനകത്ത് സൾഫറും ഫോസ്ഫറസും. ആ കർത്താവിന് അമേരിക്കയുടെ ആണവായുധം വേണ്ട, ഇസ്രയേലിൻ്റെ ആറ്റം ബോംബ് വേണ്ട. യഹോവ ആയുധശാല തുറന്നു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി സോദോമിനകത്ത് തീയിറങ്ങി. അതിൻ്റെ സാമ്പിൾ അമേരിക്കയിൽ ഈ കൺവെൻഷൻ കേൾക്കുന്ന അമേരിക്കക്കാർ 48,000 ഏക്കർ, 28,000 വീട്, 38 പരം പേർ, സിനിമാ നടികൾ വരെ വാനിറ്റി ബാഗ് പോലും എടുക്കാതെ കാട്ടുതീക്കകത്ത് വെന്ത് ഭരിച്ച കാഴ്ച നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കളുടെ പ്രത്യാശ, സോദോമിനകത്ത് തീ ഇറങ്ങുന്നതിന് മുമ്പ് ലോത്തിനെയും കുഞ്ഞുങ്ങളെ സോഫേറിലെത്തിച്ചതുപോലെ ഇവിടെ ഒരു സംഭവം നടക്കാൻ പോകുന്നു. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ ദൈവമക്കളെ ചേർക്കാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ കൂട്ടുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. ബൈബിളിനകത്തുണ്ടോ? എബ്രായ ലേഖനം 12:29. ഒരു വാക്യം കൂടെ വായിച്ചെന്ന് രാത്രി അവസാനിപ്പിക്കും. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. കരമുയർത്തുന്നവർക്കായി അനുഗ്രഹത്തിന്റെ ദൈവം മാത്രമല്ല, മറുതലിക്കുന്നവരെ ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. 2 കാര്യങ്ങൾ. 1, അവൻ നിയമത്തെ കഠിനമാക്കി. 2, ലോസ് ആഞ്ചലസിലെത്തി. ബാക്കി രാത്രി. അങ്ങനെയെങ്കിൽ 2 കാര്യം പറഞ്ഞ് ഇന്ന് രാത്രി കൺക്ലൂഡ് ചെയ്യും. 1, ഈ രാത്രി വചനം കേൾക്കുന്ന നാട്ടുകാരെ, വീട്ടുകാർ, നിങ്ങൾ തിരുവനന്തപുരത്ത് പോകും. തിരുവനന്തപുരത്ത് പോയാൽ ഒരു ടിക്കറ്റ് കിട്ടും. ഏതാ ടിക്കറ്റ്? പ്ലാറ്റ്ഫോം ടിക്കറ്റ്. മനസ്സിലാകുന്നവർക്കായി ഇവിടുന്ന് നമ്മുടെ കാഞ്ഞിരംകുളത്ത് നിന്ന് 2 കുഞ്ഞുങ്ങൾ, 1 ജോമോൻ, 2 ജോസ്, 2 കുഞ്ഞുങ്ങൾ പോയി. ഒരു വാക്യം കൂടെ മുൻപായി സഹായിക്കണം. എവിടെ പോയത് അറിയാമോ? തിരുവനന്തപുരം. അവർക്ക് 2 പേർക്ക് തൃശ്ശൂർ പോകണം. 9:30 ട്രെയിൻ വരും. ഏതാ? മുംബൈ കന്യാകുമാരി ജയന്തി ജനത. 9 മണിക്ക് അവരവിടെ ചെന്നു. കാഞ്ഞിരംകുളത്ത് ജോമോനും ജോസും അവിടെ ചെന്നു. ജോമോൻ 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, അണ്ണാച്ചിക്കടയിൽ നിന്ന് ചായ. ജോസ് അവിടെ ചെന്നു. ഇന്ന് റിസർവേഷൻ ഇല്ല, തത്കാലിൽ കൊടുത്തു. അപ്പോൾ അശോകർ പറഞ്ഞു 190 രൂപ അതാ സീറ്റുണ്ട്. S3 സീറ്റ് നമ്പർ 22. ജോസും അവിടെ ചായ കുടിച്ചു. ചില നിമിഷം കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ്, യാത്രിയോं ശ്രദ്ധ ധ്യാൻ के लिए कन्याकुमारी से मुंबई कोच्चि कोकर तक जाने वाला जयंती जनता 2 नंबर प्लाറ്റ്ഫോം में थोड़ी सी देर बाद आएगा. സ്വോത്രം. 2 പേർക്ക് സന്തോഷമായി. ട്രെയിൻ വന്നു. 3ാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ജോമോൻ ചെന്ന് കയ്യിൽ 10 രൂപയുടെ പ്ലാറ്റ്ഫോം. കഷ്ടകാലത്തിന് TTR അവിടെ നിന്ന് ടിക്കറ്റ് ദേവോ നോക്കിയപ്പം പ്ലാറ്റ്ഫോം ബേട്ട കിധർ ജാനേക്ക് തൃശ്ശൂർ നൈ ജാ സക്താ ഹൈ ഇധർ ചായ പിയോ. ഇവിടെ കറങ്ങി ഇന്ന് ചായ കുടിക്കാനാണ് പ്ലാറ്റ്ഫോം. ജോസ് പുറകെ വന്ന് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു S3 22. അവനോട് പറഞ്ഞു ആപ്കാ സീറ്റ് ഇധർ ബൈട്ടോ. എത്ര പ്രസംഗം കേട്ടിട്ടും ഇന്ന് രാത്രി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ നീ വഴിയരിയെ കൈവിട്ടു പോകും. എന്നാൽ രക്ഷയുടെ ടിക്കറ്റ് ഏറ്റെടുത്തവൻ ഇന്ന് രാത്രി ഒരു ഉറപ്പുണ്ട്, എൻ്റെ ട്രെയിൻ വരാറായി. ചൂളമടി തുടങ്ങി രാജ്യത്തോടും ജാതിയോടും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. രക്ഷയുടെ ടിക്കറ്റുള്ളവനെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി കാൽവറിയിലേക്ക് പോകാം. ഓരോ ദിവസവും കാൽവറിയിലേക്ക് നാം യാത്രയെത്തുള്ള അവസാനം 2 കള്ളന്മാരുടെ നടുവിൽ എൻ്റെ നാഥൻ പരമയാഗമായി. ശ്രദ്ധയോടെ അമ്മച്ചി നോട്ടിയ ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി. ശ്രദ്ധയോടെ പീലാത്തോസിൻ്റെ അരമന 2 കൂടുകൾ. ഒന്നിനകത്ത് വാഴ്ത്തപ്പെട്ട കർത്താവ്, ഒന്നിനകത്ത് ബറബാസ്. യഹൂദ പരീക്ഷകൾ പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും ഭവിക്കട്ടെ. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കവൻ കൊടുത്തു. കയ്യിൽ കിണ്ടി വെള്ളമെടുത്ത് കൈകടി. ഉച്ചയ്ക്കാ ബറബാസിനെ വിട്ടത്. എല്ലാവരും കേട്ടാട്ടെ. ഈ ബറബാസ് ഇറങ്ങിയതിന് ശേഷം വരുന്നത് കാൽവറിയിലെ കാഴ്ചയാണ്. അവിടെ നിൽക്കാം. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ. 2 കള്ളന്മാരുടെ നടുവിൽ യേശു പരമയാഗമായി. ശ്രദ്ധയോടെ അതിനകത്തൊരു മേലെടുത്ത് യഹൂദന്മാരുടെ രാജാവ്. ഒരു കള്ളൻ യേശുവിനോട് പറഞ്ഞു, നീ രാജാവൊക്കെ ആദ്യം നീ ഇറങ്ങണം, ഞങ്ങളെയും താഴെ ഇറക്കണം. അപ്പോൾ ഇത് മറ്റേ കള്ളൻ കേട്ടു. മറ്റേ കള്ളൻ നോക്കിയിട്ട് യേശുവിൻ്റെ മുഖത്ത് അഡ്വാൻസായി നോക്കി. അവന് പിടികിട്ടി, ഇവൻ ഇവിടെ തീർന്നാലും രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ മറ്റേ കള്ളനോട് അവൻ പറഞ്ഞു, എടാ കുഞ്ഞേ, നമ്മളെ വഞ്ചൂർ കോടതി നെയ്യാറ്റിങ്കരെ ഫസ്റ്റ് ക്ലാസ് വല്ല വിധിച്ച് ബാലരാമപുരത്തും മുടവൻ പിന്നെ വെടിവച്ചാങ്കോല് സകല കുത്തി തുറന്ന് കൊട്ടേഷൻ എടുത്ത് നടന്ന നമ്മൾ സ്വാഭാവികമായി കുറ്റത്തിന് ശിക്ഷ 5 കോടതികൾ 7 പ്രാവശ്യം മാറി വിസ്തരിച്ചിട്ടും അവനിൽ യാതൊരു കുറ്റവുമില്ല. അവൻ ഒറ്റ വാക്കേ പറഞ്ഞോളൂ, അച്ചായ ഇതാ സുവിശേഷം. നാഥാ
നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായ എന്നെ ഓർക്കണമേ. കരമുയർത്തുന്നവർക്കായി അവൻ്റെ നിറം നോക്കിയില്ല, ഗുണം നോക്കിയില്ല, മണം നോക്കിയില്ല, പോലീസ് സ്റ്റേഷനിൽ FIR നോക്കിയില്ല, അവൻ്റെ ഡിഗ്രി നോക്കിയില്ല. എൻ്റെ നാഥൻ പറഞ്ഞു, ഞാൻ മടങ്ങി വരുമ്പോൾ ഞങ്ങൾക്കെങ്ങാണ്ട് ഒരു അവസരം കിട്ടിയിരുന്നത് ഞാൻ പറഞ്ഞു ഞാൻ അമേരിക്കയിൽ പോകാൻ വിസ തരണേന്ന്, കർത്താവ് സ്വോത്രം, അല്ലെങ്കിൽ ഇനോവ തരണേന്ന്. അവൻ പറഞ്ഞത് ഒറ്റ കാര്യം, ഈ പാപിയായി എന്നെ ഓർക്കണേ. സെൻട്രൽ പാസ്റ്റർ സൈൻ വേണ്ട, ഡിസ്ട്രിക്റ്റിൻ്റെ സൈൻ വേണ്ട, കുമ്പനാടിൻ്റെ പേപ്പർ വേണ്ട. നാഥൻ പറഞ്ഞ കാര്യമുണ്ട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ചരുവള റോഡിനകത്തോ തെരുക്കോണിനകത്തോ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ യേശുവിൻ്റെ മുഖത്ത് നോക്കി കാൽവറി നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നു. ഞാനൊരു പാപിയാണ്, ഞാനൊരു മദ്യപാനിയാണ്, കുടുംബജീവിതം തകർന്ന വ്യക്തിയാണ്, കഞ്ചാവിലും മയക്കുമരുന്നിലും വീണ വ്യക്തിയാണ്. എന്നെയും കൂടെ ആ രാജ്യത്വത്തിൽ ഒന്ന് കയറ്റണമേ. കരമുയർത്തുന്നവർക്കായി നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലിരിക്കും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കു അത് ദൈവശക്തിയാകുന്നു. ബാക്കി ഭാഗങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ പാട്ടിലേക്ക് ഒരു വാക്യം കൂടെ മോൻ വായിക്കുമ്പോൾ പാട്ടിലേക്ക് പോകുന്ന രാത്രി അമേരിക്കയിൽ ഏറ്റവും നല്ല ക്യാൻസർ സയൻറ്റിസ്റ്റ്, ഓരോ ദിവസവും ഓരോ സാക്ഷ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ മാർക്ക്. അദ്ദേഹം ആ കമ്മ്യൂണിറ്റി ഓൺകോളജി ഏറ്റവും നല്ല സർജനായിരുന്നു. അദ്ദേഹം കാലിഫോർണിയയിലായിരുന്നു. അടുത്ത സ്റ്റേറ്റിൽ പിറ്റേന്നൊരു കോൺഫറൻസ് ഉണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈക്ക് പോകുന്നല്ലോ 1.25 മണിക്കൂർ പ്ലെയിനകത്ത് ഇറങ്ങിയാൽ മതി. അദ്ദേഹത്തിന് പിറ്റേന്ന കോൺഫറൻസ് 5:30 ഫ്ലൈറ്റാണ്, 4:15 വന്നു. എയർപോർട്ടെല്ലാം അടച്ചിട്ടിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ബോർഡ് ഡ്യൂറിങ് ദ വിൻഡ് ഷട്ട് ഡൗൺ ദ എയർപോർട്ട് 24 hours. അദ്ദേഹം ചെന്ന് മാനേജറെ കണ്ട്, സാർ ഞാൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ഡോക്ടറാണ്, എനിക്ക് വേണ്ടി ഒരു വിമാനം തരും. അദ്ദേഹം പറയും, ഇത്രയും ബുദ്ധിയുള്ള ഡോക്ടറല്ലേ, 24 മണിക്കൂർ പെരുങ്കാറ്റ, വിമാനം പോകാൻ പറ്റത്തില്ല. താങ്കൾ ഒരു കാര്യം ചെയ്യുക, അടുത്ത സ്റ്റേജിൽ പോകാൻ 9 മണിക്കൂർ മതി, ഒരു കാർ എടുത്ത് റെൻ്റേ കാറിൽ പോകാം. അദ്ദേഹം പറഞ്ഞു മതി. അദ്ദേഹം കാർ എടുത്തു. 5 മണിക്ക് യാത്രയായി, നല്ല പെരുമഴ. 9 മണിയായി. നമ്മുടെ അമ്പൂരി വിതര മേഖല പോകുന്നത് പോലെ രാത്രിയിൽ വനാന്തരത്തിൻ്റെ റൂട്ട്, അവിടെ ഒരു വെള്ളം കിട്ടാൻ സാധ്യതയില്ല. ഇങ്ങനെ പോകുമ്പോൾ അമ്മച്ചി കേട്ടാട്ടെ 2 ചിമ്മിനി വിളക്കുകൾ കത്തുന്നു. ആ വീട്ടുമുറ്റത്ത് കാർ നിർത്തി, കോളിംഗ് ബെല്ലടിച്ചു. അദ്ദേഹം വിളിച്ചു, ഒരു സഹോദരി വന്നു. അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞില്ല, മൈ നെയിം ഈസ് മാർക്ക്, കോൾ ഈസ് ടു മച്ച് സിസ്റ്റർ മേക്ക് എ കോഫി. എൻ്റെ പേര് മാർക്കെന്നാ. തണുപ്പ് ഭയങ്കര, സഹോദരി ഒരു കാപ്പി ഇട്ട് തരുമോ? അവർ പറഞ്ഞു, ടേക്ക് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി ഫോർ യു വിത്തിൻ 5 minutes. 5 മിനിറ്റ് കൊണ്ട് താങ്കൾക്ക് കോഫി തരാം. ശ്രദ്ധയോടെ ഹീറ്ററിനകത്ത് വെള്ളം വെച്ച സഹോദരി വെള്ളം തിളപ്പിക്കുമ്പോൾ അപ്പുറത്തെ കട്ടിൽ 5 വയസ്സുള്ളൊരു കുഞ്ഞ് കിടക്കുന്ന. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് ആ അമ്മ ഇങ്ങനെ പറഞ്ഞു, മോനെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ഡോക്ടർ മാർക്കിനെ കാണും, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം. ഡോക്ടറിൻ്റെ അകത്തൊരകവാള് പോയി, നിരീശ്വരവാദിയാ. 5 മിനിറ്റ് കഴിഞ്ഞ് കാപ്പി കൊണ്ട് കൊടുത്ത് കുടിച്ചു. ചോദിച്ചു, നിന്റെ ഭർത്താവ് എവിടെ? മരിച്ചുപോയി സാർ. ആരാ കുഞ്ഞ്? കഴിഞ്ഞ 3 വർഷമായി എൻ്റെ കുഞ്ഞിന് ക്യാൻസറായി. ഈ സ്റ്റേറ്റിൽ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടർ കാലിഫോർണിയയിലൂടെ കാണിച്ചാൽ ലക്ഷ്യ, കയ്യിൽ കാശില്ല, പ്രാർത്ഥിക്കുകയാണ്. ആ ഡോക്ടർ അവിടെ വെച്ച് പറഞ്ഞു, സഹോദരി ഈ വീട്ടിൽ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ബൈബിൾ കൊടുത്തു. സഹോദരി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നിരീശ്വരവാദി. കല്ലിയൂർ ഗ്രൗണ്ടിലല്ല, കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷനിൽ അദ്ദേഹം എഴുന്നേറ്റിട്ടൊരു കാര്യം പറഞ്ഞു, നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്കാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത്. ബൈബിൾ എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ എയർപോർട്ട് അടച്ചിരുന്നത്, എൻ്റെ കാർ ആക്യുറേറ്റായിട്ട് നിന്റെ വീട്ടിന് മുൻപിൽ നിർത്തണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, അവൻ ജീവിക്കുന്നു. ആ കുഞ്ഞിനെ വാരിയെടുത്തു. ഇന്ന് രാത്രി മാമേ, അച്ചായ, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും നീ താഴ്വരയിൽ കുഴികള വെട്ടിയാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ഈ കൺവെൻഷൻ അവസാനിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ, ഡോക്ടർ മാർക്കിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരയ്ക്കകത്ത് ഒരു പെൺകുട്ടിയുടെ വീട്ടുമുറ്റത്ത് കാർ ചവിട്ടി ആ കുടുംബത്തിന് വിടുതൽ കിട്ടിയോല് എൻ്റെ വിഷയത്തിനകത്ത് മറുപടി തരുവാൻ ഞാൻ ആരാധിക്കുന്നത് ദൈവശക്തൻ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. യേശു പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞ് കരമുയർത്തി ആരാധനയിലേക്ക്. യോഹന്നാൻ 14:30. ഇനി അധികം സംസാരം ഇവിടെയില്ല, സ്വർഗത്തിലുമില്ല, ഭൂമിയിലുമില്ല. വായിക്കാമോനെ യോഹന്നാൻ 14:30. ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ഞാനിനി നിങ്ങളോട് അധികം സംസാരിക്കുകയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു. ലോകത്തിന്റെ പ്രഭു, ആന്റി ക്രൈസ്റ്റ്. അടുത്തത്, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. അവന് യേശുവിനോട് കാര്യമില്ലെങ്കിൽ യേശുവിൻ്റെ മക്കളോടും കാര്യമില്ല. അതിനു മുമ്പ് വരുവാനുള്ളവൻ വരും. വലത് കരം ഉയർത്തിപ്പിടിക്കാം. ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. ഇന്ന് രാത്രി ചരുവുകളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും എഴുന്നേറ്റാട്ടെ. കൃത്യസമയം. ആര് ഗ്രൗണ്ട് വിട്ട് പോകരുത്.
വചനം കിട്ടാത്ത കാലത്തിലേക്ക് വരുക. ഇന്ന് രാത്രി ഈ പെന്തിക്കോസ് കൺവെൻഷൻ വലിയ കുഴപ്പം വന്നിരിക്കുക. വചനം കേട്ടിട്ട് പുറകെ കൂടെ തലവലിച്ചുകൊണ്ടിരിക്കുക. വചനം കേട്ടുകൊണ്ട് അക്കരെ നാട്ടിൽ പോകത്തില്ല. ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്, കരമൊന്നും ഉയരുന്നില്ലല്ലോ. വീടും കാറും കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബുക്കും പേപ്പറും ഒക്കെ ഉയർത്തിയാണ്. സ്വോത്രം. അവിടെ നിൽക്കട്ടെ. അക്കരെ നാട്ടിൽ ഇപ്പം രക്ഷയുടെ ടിക്കറ്റ് മേടിച്ചുകൊണ്ട് വേണം ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ. സ്വോത്രം. കാലം തീരാറായി. സത്യവചനത്തിന് വേണ്ടി ഇരിക്കുന്ന ദൈവസഭ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയാണ്. അതുകൊണ്ട് സത്യവചനം ക്ലിയർ ആയിരിക്കണം. ഒരു ചിറകുള്ള പക്ഷി ആകാശത്തിൽ പറന്നിട്ടില്ല. ഒരു ചിറകുള്ള വിമാനം പറന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ല. ഒരു ചിറകിൽ വചനം, മറുചിറകിൽ ആരാധന. മച്ചി 2025 കണ്ടവരെ, ജനുവരി കണ്ടവർ ഇന്ന് പലരും ഇല്ല. അച്ചായ, സമപ്രായക്കാർ പലരും പോയി. രാത്രി ഞാൻ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ കണ്ണിന് കണ്ണുനീരിൽ നിന്നും കാലിന് വീഴ്ചയിൽ നിന്നും പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ പട്ടണം വിടുവിക്കപ്പെടട്ടെ. രീക ചാനക ബൗഢ മനാദന ബന്ധൽ കമന ആത്മാവിൽ ആരാധിച്ചാട്ട് എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിയട്ടെ. യെസ്, ചേർന്ന് പാടി ശക്തിയോടെ കരങ്ങളെ അടിച്ച കർത്തർക്ക് മഹിമയും. എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നോ നിനച്ചു. ശക്തിയോടെ കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നോ നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ചേർന്ന് പാടി ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ശക്തിയോട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചുയർത്തേ, ചോദിച്ചത് ഉള്ളിൽ പോലും നിറച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചുയർത്തേ, ചോദിച്ചത് ഉള്ളിൽ പോലും നിറച്ചതല്ല. തോന്നി എന്റെ മേൽ ചോദിച്ചതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടും. ശക്തിയോട് തോന്നി എന്റെ മേൽ ചോദിച്ചതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടും. എല്ലാ വായികളും ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ചേർന്ന് പാടി കാഞ്ഞിരംകുളം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉച്ചോരു ഉടയോര് തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉടയോര് തള്ളിക്കളഞ്ഞു, മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. എല്ലാ കാര്യങ്ങളും മാത്രമാണ് ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. അൻപുകൂറുവേ, ഇന്നും അധികമായി ആരാധിക്കേ, ഇന്നും ആത്മമായി. അൻപുകൂറുവേ, ഇന്നും അധികമായി ആരാധിക്കേ, ഇന്നും ആത്മമായി. മുഴുവത്തോടെ ആരാധിക്കേ, മുഴുവത്തോടെ അൻപുകൂറുവേ. ആരാധന, ആരാധന, അപ്പച്ചൻ 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 ആരാധന, 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 ആരാധന. എബെനേസറേ, 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 ഇതുവരെയിൽ ഉദവിനിരേ. എല്ലാ കാര്യങ്ങളും എബെനേസറേ, എബെനേസറേ, ഇതുവരെയിൽ ഉദവിനിരേ, ഇതുവരെയിൽ ഉദവിനിരേ. മുഴുവത്തോടെ ആരാധിക്കേ, മുഴുവത്തോടെ
കൂറുവേ. ആരാധന ആരാധന ഓ ചേർന്ന് പാടി ആരാധന ശക്തിയോട് ആരാധന 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 എൽറോയി എൽറോയി നന്ദി ആണ്ടവരെ നന്ദി അയ്യാ എൽറോയി എൽറോയി എന്നെ കണ്ടീരേ നന്ദി അയ്യാ എന്നെ കണ്ടീരേ നന്ദി അയ്യാ ഉള്ളുള്ളത്തോട് ആരാധിപ്പേ ഉള്ളുബലത്തോട് അன்பு കൂറുവേ. ആരാധന ആരാധന ദേവൻ വല്ലമായി ദേവൻ വല്ലമായി ആരാധന ഓ ആരാധന 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 യഹോവ റബ്ബ യഹോവ റബ്ബ യഹോവ റബ്ബ സുഗന്ധീരേ നന്ദി അയ്യാ ചേർന്ന് പാടി യഹോവ റബ്ബ യഹോവ റബ്ബ സുഗന്ധീരേ നന്ദി അയ്യാ സുഗന്ധീരേ നന്ദി അയ്യാ ഉള്ളുള്ളത്തോട് ആരാധിപ്പേ എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാൽ അன்பு കൂറുവേ. ആരാധന 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 ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. വിടുതലിന്റെ രാത്രി, സൗഖ്യത്തിന്റെ രാത്രി, കെട്ടുകൾ പൊട്ടുന്ന രാത്രി, മുട്ടോളമല്ല അറിയോളമല്ല നീതി തുടിക്കാൻ കഴിയാത്ത ദൈവ കൃപ ഒരു തീ കത്തുന്നത് പോലെ, ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു കാറ്റടിക്കുന്നത് പോലെ അന്ത്യകാലത്ത് സകല ജനത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും. പുത്രിമാർ പ്രവചിക്കും, യുവാക്കൾ ദർശനം കാണും, സ്വപ്നങ്ങളെ കാണും. ചാലക ബൗദ്ധമനാണ് അല്പസമയം കരമടിച്ച് ആരാധിച്ചാട്ട്. ദേവൻ വല്ലമായി ആണ്ടവരിൽ വല്ലമായി എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയിഡുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. ഇത് വിടുതലിന്റെ രാത്രി. പട്ടണം വിടുവിക്കപ്പെടട്ടെ. എല്ലാ ക്യാൻസറുകളും, എല്ലാ മദ്യപാനത്തിന്റെ കെട്ടുകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇത് വിടുതലിന്റെ രാത്രി, സൗഖ്യത്തിന്റെ രാത്രി, കെട്ടുകൾ പൊട്ടുന്ന രാത്രി, മന്ത്രവാദങ്ങൾ തകരുന്ന രാത്രി, ദുരാത്മ കെട്ടുകൾ തകരുന്ന രാത്രി. രീകം ചാനക ബൗഡം അനാദന ബന്ധം കമല അത്തുന വൈഡം അനന്തര രീകം ചാന ബൗഡം വേദം. കൃപയേ 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 കൃപയേ. Yes Lord, the precious moment. 2 നിമിഷം കൂടി പറയുമ്പോൾ മക്കളെ വൻഭാരങ്ങൾ. ആട്ടുവാതിൽക്കൽ ഒരു കുളം. പച്ചാമ്മച്ചി ശ്രദ്ധിച്ചാട്ടെ. 38 വർഷമായി ഒരുവനെ അവിടെ കടത്തിയിരിക്കാം. അപ്പച്ചൻ്റെ വയസ്സ് ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ കുളത്തിൻ്റെ പ്രത്യേകത, ഒരു ദൂതൻ രാവിലെ ഇറങ്ങും. ആദ്യം ചെല്ലുന്നവൻ സൗഖ്യമാകും. പക്ഷപാതക്കാർ, ചാന്ദ്രവാദ രോഗികൾ, കാല് തളർന്നവർ, കുരുടന്മാർ. ഇദ്ദേഹത്തിന് അല്പം നടക്കാം. അതുകൊണ്ട് യേശു വന്നപ്പോൾ പറഞ്ഞു, യേശുവേ, ഞാൻ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരുവൻ എൻ്റെ സൗഖ്യത്തെ കൊണ്ടുപോകുന്നു. എൻ്റെ യേശുവിൻ്റെ വയസ്സ് 33 ഈ അപ്പച്ചൻ്റെ രോഗം 38 വർഷമായി. ആംബുലൻസ് 108 കളഞ്ഞിട്ടൊക്കെ പോയി. യേശു ഒരു വാക്ക് ചോദിച്ചു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി കുളം കലങ്ങണ്ട. വരുവാനുള്ളവൻ നമ്മുടെ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അമ്മച്ചി അപ്പച്ച കരമുയർത്തി പിടിച്ചാട്ട്. ഇന്ന് രാത്രി കിടക്കയെടുത്ത് അവനെ എഴുന്നേൽപ്പിച്ച ദൈവകരം ഇന്ന് അരുമயான കൂട്ടങ്ങളുടെ 2ാമത് ഇരവ്. ആണ്ടവരിൻ വല്ലമായി, ദേവൻ വല്ലമായി. ഇന്ന് രാത്രി എന്നെ എഴുന്നേൽപ്പിക്കുന്ന രാത്രി. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. എല്ലാ കരങ്ങളും ഉയരട്ടെ. നമ്മുടെ കൺവെൻഷന്റെ 2ാം ദിവസത്തിന്റെ അവസാന ഭാഗം ചേർന്ന് വൻഭാരങ്ങൾ കുഞ്ഞുങ്ങളോട് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ആഴങ്ങൾ വൻഭാരങ്ങൾ. സ്വർഗത്തിലേക്ക് കരങ്ങൾ. എൻ രക്ഷക, എൻ രക്ഷക, എൻ ദൈവം.
ദൈവമേ നീയല്ലാതില്ലാരും എൻ്റെ യേശു യേശു മാത്രം മതി എൻ ക്ഷീണിത രോഗത്തിൽ രോഗികൾ കരമുയർത്തിയാട്ടെ. നല്ല വൈദ്യൻ, നല്ല വൈദ്യൻ. ഒരിക്കൽ കൂടി എൻ ക്ഷീണിത രോഗത്തിലും അപ്പച്ച മറ്റാരെഴുതാൻ ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കാൻ പാർവിടം എന്നാശ്രയം എല്ലാ കാര്യങ്ങളും കാൽവറിയിലേക്ക് എൻ രക്ഷക എൻ ദൈവമേ നീയല്ലാതില്ലാരും എൻ്റെ യേശു യേശു മാത്രം മതി എല്ലാ കാര്യങ്ങളും എൻ രക്ഷക ഒരിക്കൽ കൂടി രക്ഷക